ഡീപ് സീക്ക് എന്നുള്ള വാക്ക് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ഒക്കെ പരിചയം ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള വാക്ക് പരിചയമില്ലാത്ത ആരും തന്നെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ചർച്ച കേൾക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി നമ്മളിൽ ചിലർക്കെങ്കിലും ഒക്കെ ഒരു പഴയ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇത് വളരെ പുതിയ റീസെന്റ് ആയിട്ടുണ്ടായ ഒരു ആശയമാണെന്നും അതിന്റെ സാങ്കേതിക വിദ്യ ഇപ്പോഴും ഉണ്ടായിട്ടേ ഉള്ളൂ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരിക്കും. എന്തായാലും 1950 അലൻ മാത്തിസൺ ട്യൂറിംഗ് എന്ന ഒരു ഗണിതജ്ഞൻ മൈൻഡ് എന്ന ഒരു ജേണലിൽ തുടങ്ങി വെച്ച ഒരു ആശയത്തിനെയാണ് പിന്നീട് പല പല ഘട്ടങ്ങളിലൂടെ ഇന്ന് കാണുന്ന AI എന്ന ഒരു മേഖലയിലേക്ക് വളർന്നു വന്നത്. 1956 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിലെ ഏറ്റവും ആദ്യത്തെ ഒരു കോൺഫറൻസ്, ഡാർട്ട്മത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് നടന്നു. അതിനുശേഷം പല തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഇവോൾവ് ചെയ്തു വന്നു. ആദ്യത്തെ ന്യൂറൽ നെറ്റ്വർക്കുകളൊക്കെ തന്നെ 1957 ഉണ്ടായി. പിന്നെ നമ്മൾ പലരും ഉപയോഗിച്ചിട്ടുള്ള എലീസ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ. അങ്ങനെ പല പല മുന്നേറ്റങ്ങളിലൂടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു മേഖലയിൽ എത്തുന്നത്. അപ്പൊ ഇതിൽ വളരെ വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് 1980-കളിലൊക്കെയാണ്. ജപ്പാനിലെ ഒരു റെയിൽ സംവിധാനത്തിന് മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗമാക്കാനൊക്കെയുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും അതിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസ് കൊണ്ടും ഒക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ ഒരു വലിയ ശീതകാലം ഉണ്ടാവുകയുണ്ടായി. 80s-ലും 70s-ലും ഒക്കെ ഈ ശീതകാലങ്ങൾ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് 2000-ന്റെ തുടക്കത്തിൽ ഇന്റർനെറ്റ് വ്യാപകമായതോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ പൂർണ്ണമായ ഗ്ലോറിയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയാം. ആ ഒരു പോക്കിൽ ഒരു വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന ഒരു മാറ്റം ഉണ്ടായത് 2020-കളുടെ തുടക്കത്തിൽ ഓപ്പൺ AI എന്നൊരു കമ്പനി ChatGPT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയതോടു കൂടിയാണ്. ഈ ChatGPT വന്നതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രചാരത്തിലായ ഒരു വലിയ ആപ്ലിക്കേഷനായിട്ട് അത് മാറുകയും അത് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കിയ സിംഗിൾ മോസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നമ്മുടെ തൊഴിലിടങ്ങളെയും നമ്മുടെ പെരുമാറ്റ രീതികളുടെയും ഒക്കെ എല്ലാ മേഖലയിലും അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നമ്മൾ ChatGPTക്ക് ശേഷം എന്ന രീതിയിൽ തന്നെ സാങ്കേതിക മേഖലയെ കണക്കിലെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റം ഉണ്ടായത്. അതിനുശേഷം ChatGPT എന്ന് പറയുന്നത് ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിനുശേഷം ഒട്ടനവധി സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ വന്നുവെങ്കിലും പിന്നീട് ഒരു വലിയ വിപ്ലവം ഉണ്ടായത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. ജനുവരി മാസത്തിൽ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ചൈനീസ് കമ്പനിയാണ്. ഈ ചങ്ങാതിമാര് ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു ജനറേറ്റീവ് AI ആപ്ലിക്കേഷൻ, ഏതാണ്ട് ChatGPT ഒക്കെ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ അവർ പുറത്തിറക്കുകയുണ്ടായി. ഇത് പുറത്തിറക്കിയിട്ട് 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തുള്ള എല്ലാ ഫൈനാൻഷ്യൽ മാർക്കറ്റും തലയും കുത്തി താഴെ പോയി. അവര് വലിയ രീതിയിൽ, പ്രത്യേകിച്ച് NVIDIA എന്ന് പറയുന്ന ഒരു ചിപ്പ് അധിഷ്ഠിതമാക്കി പ്രവർത്തിക്കുന്ന ഒരു വലിയ കമ്പനി, ലോകത്തിലെ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന കമ്പനി, അവരുടെ വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളായിരുന്നു പിന്നീട് കണ്ടത്. അതുപോലെ ഓപ്പൺ AIക്ക് ഏറ്റവും മികച്ച ഒരു എതിരാളി എന്ന രീതിയിൽ ഡീപ് സീക്ക് R1 പ്രചരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെയൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി. ഇതിൽ ഏറ്റവും തമാശയുള്ള ഒരു കാര്യം, ഡീപ് സീക്ക് വന്നതോടുകൂടി ലോകത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിപ്ലവങ്ങൾ ഉണ്ടാകുമെന്ന പ്രചരണം ഉണ്ടായി. അതിനകത്ത് കുറച്ച് ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, ഇതിനകത്ത് കുറച്ച് സാങ്കേതിക വിദ്യയുടെ ഗുട്ടൻസുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചർച്ച നമുക്ക് ഒരു ചർച്ച എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് 4 പേഴ്സ്പെക്റ്റീവ് ഈ വിഷയത്തിന്, ഡീപ് സീക്കിനെയും ഡീപ് സീക്ക് കാരണം ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ബുദ്ധിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തിനെ പറ്റി നമ്മൾക്ക് മുന്നിൽ 4 തലങ്ങളിൽ കാര്യങ്ങൾ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഈ മേഖലയിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള 4 ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഒരു ഓർഡറും ഇല്ലാതെ ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമുക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് സുനിൽ തോമസ് തോണിക്കുഴിയിൽ. അദ്ദേഹം IC ഫോഴ്സ് സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബിടെക്കിൽ MA കോളേജിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കോട് കൂടി ബിടെക് പാസ്സായ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MTech പാസ്സായി, IIT ബോംബെയിൽ നിന്ന് PhDയും എടുത്ത അദ്ദേഹം പിന്നീട് കുറേ വർഷങ്ങൾ IHRDയിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കമ്പ്യൂട്ടർ ഡിവിഷന്റെ ചുമതലയിൽ കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന കമ്പ്യൂട്ടറൈസേഷന്റെ ഒക്കെ ചുക്കാൻ പിടിച്ചത് ശ്രീ സുനിൽ മാഷായിരുന്നു. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ അദ്ദേഹം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ
ടീച്ചിങ് ജോബിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം IC ഫോഴ്സിന്റെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം ഭഗവാൻ ഡിങ്കന്റെ ഒരു വലിയ ആരാധകനാണ് എന്നുള്ളതാണ്. അത് വളരെ രസകരമായി തന്നെ അവതരിപ്പിക്കുന്ന ഒരു എന്താ പറയാ സാങ്കേതിക വിദഗ്ധനാണ് സുനിൽ മാഷ്. സുനിൽ മാഷ് ആയിരിക്കും ആദ്യം നമ്മളെ മുമ്പിൽ അവതരണം നടത്തുന്നത്. മറ്റുള്ളവരെ കൂടി പരിചയപ്പെടുത്താം. സുനിൽ മാഷ്, സ്വാഗതം. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. എൻ്റെ കൂടെ സാങ്കേതിക മേഖലയിലെ ഒരു സ്ഥാപനത്തിൽ, ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഉമ കാട്ടിൽ സദാശിവൻ. ഉമ കേരളത്തിൽ സാങ്കേതിക വിദ്യയെ പറ്റി പോപ്പുലർ സയൻസ് ടോക്കുകൾ നടത്തുന്ന വനിതാ സാങ്കേതിക പ്രവർത്തകരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ്. ലൂക്കയിൽ തന്നെ ഉമ ഇതിനു മുമ്പ് സെഷനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. IQVIA എന്ന് പറയുന്ന IQVIA റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ആർട്ടിഫിഷ്യൽ AI എഞ്ചിനീയർ ആണ് ഉമ. MTech ഡാറ്റാ സയൻസിലായിരുന്നു ചെയ്തിരുന്നത്. MTechന് 2nd റാങ്ക് ഉണ്ടായിരുന്നു. അതുപോലെ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നീ മേഖലകളിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഉമ ഒരു പബ്ലിക്കേഷൻസും ഒക്കെ സ്പ്രിംഗറിലും ഒക്കെ തന്നെ പബ്ലിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇന്റലിജൻസ് സിസ്റ്റംസ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന മേഖലയിലാണ് ഉമ പ്രവർത്തിക്കുന്നത്. ഇപ്പോ ശരിക്കും മെഡിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകളുടെ ഡെവലപ്മെന്റിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക പ്രവർത്തകയാണ്. ഉമയ്ക്കും ഈ ടോക്കിലേക്ക് ആദ്യമായ സ്വാഗതം. അടുത്തതായി അവതരിപ്പിക്കാൻ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ളത് ഡോക്ടർ ജിജു മാഷിനാണ്. ജിജു മാഷിനെയും സാമൂഹിക മാധ്യമങ്ങളുടെ മേഖലയിൽ ഇടപെടുന്ന ആൾക്കാർക്ക് കാണാതിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. വളരെ കൃത്യമായി തന്നെ സാങ്കേതിക മേഖലകളെ പറ്റി ഒരുപാട് സെഷനുകൾ എടുക്കുകയും സംസാരിക്കുകയും പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിലെ ഹെഡും അതിലെ പ്രൊഫസറുമാണ്. ഓപ്പൺ ഡേറ്റ ലാബ് എന്ന ഒരു സംവിധാനത്തിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. IEEE അതുപോലെ ടെഡ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സാമൂഹിക സാങ്കേതിക മേഖലകളിലെ പല ചാപ്റ്ററുകളിലും അദ്ദേഹം സീനിയർ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹോമി ഭാഭ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷനിലെ ഷോർട്ട് ടേം വിസിറ്റർ ഫെല്ലോ ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ മെമ്പറാണ്. അതുപോലെ കേരള SCERTയുടെയും അതുപോലെ KDISCിന്റെയും ഒക്കെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെയും ഒക്കെ തന്നെ കൺസൾട്ടന്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. എഴുത്തുകാരനാണ്. അങ്ങനെ ഒരു വലിയ വിപുലമായിട്ടുള്ള പ്രൊഫൈൽ തന്നെയുള്ള ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ജിജു മാഷ്. ജിജു മാഷിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള ഹൈറാർക്കിയും ഇല്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. ഏറ്റവും ഒടുവിലായി പറയാനൊരു കാരണം, ഒരു കുടുംബാംഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും അവസാനമാകാം എന്നുള്ളത് കൊണ്ടാണ്. ലൂക്കയുടെ എഡിറ്റോറിയൽ ബോർഡിന്റെ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ദീപക് ആണ് അവസാനത്തെ സ്പീക്കറായിട്ട് വരുന്നത്. അദ്ദേഹം ബെൽഫാസ്റ്റിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറാണ്. സ്കൂൾ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന ഡിവിഷനിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇതിനു പുറമെ അദ്ദേഹം നിരന്തരമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഫ്രോണ്ടിയർ ടെക്നോളജീസിന്റെയും ഒക്കെ മേഖലയിലെ ഇടപെടലുകളെ പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിന്റെ രാഷ്ട്രീയത്തെ പറ്റി സ്പെസിഫിക് ആയിട്ട് അതിന്റെ സാങ്കേതിക തലത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയം ഉൾച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നിരന്തരമായി ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങൾ ഈ അടുത്ത സമയത്ത് പബ്ലിഷ് ആയിട്ടുണ്ട്. അതിൽ നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിന് KSCSTയുടെ പോപ്പുലർ സയൻസ് വിഭാഗത്തിന്റെ അവാർഡ് ലഭിക്കുകയുണ്ടായി. ലൂക്ക വായിക്കുന്ന ആൾക്കാർക്കെല്ലാം ഡോക്ടർ ദീപകിനെ പരിചയമുണ്ടാവും. സസൂക്ഷ്മം എന്ന പംക്തി അദ്ദേഹം കൃത്യമായിട്ട് തന്നെ സാങ്കേതിക മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി അതിനകത്ത് എഴുതാറുണ്ട്. അപ്പൊ ഈ 4 പേരാണ് ഇന്നിവിടെ അവതരണങ്ങൾ നടത്തുന്നത്. ഈ 4 പേര് അവതരിപ്പിക്കുന്ന വിഷയങ്ങളും പ്രത്യേക മേഖലയിലായിരിക്കും. എല്ലാവരും ഒരു വിഷയത്തിനെ പറ്റിയിട്ടായിരിക്കില്ല സംസാരിക്കേണ്ടാവുക. ആദ്യം സംസാരിക്കുന്നുണ്ടാവുക ശ്രീ സുനിൽ തോമസ് തോന്നിക്കുഴിയിലാണ്. അദ്ദേഹം എന്താണ് ഡീപ് സീക്ക് എന്നും നിർമ്മിത ബുദ്ധി എന്ന വിശാല പ്രപഞ്ചത്തിൽ അത് എവിടെ നിൽക്കുന്നു എന്നും സാങ്കേതികമായി ഡീപ് സീക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നിർമ്മിത ബുദ്ധിയുടെ ലോകത്തെ ഓപ്പൺ സോഴ്സ് സാങ്കേതിക വിദ്യകളുടെ പ്രസക്തി എന്താണെന്നും ഒക്കെ ആയിരിക്കും സംസാരിക്കേണ്ടാവുക. അതിനുശേഷം ഉമയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക.
കുറച്ചുകൂടി അതിന്റെ സാങ്കേതിക വിദ്യയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നുണ്ടാവുക. ഡീപ്സീക്കിന്റെ ആർക്കിടെക്ചറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ചാറ്റ് GPT, ജെമിനൈ തുടങ്ങിയിട്ടുള്ള മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്ന് ഈ ഡീപ്സീക്ക് എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, ഡീപ്സീക്കിന്റെ സാങ്കേതികമായ മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, വിവിധ ആപ്ലിക്കേഷൻ ഡൊമൈനുകളിൽ ഡീപ്സീക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ എങ്ങനെ പ്രസക്തമാവുന്നു, വരും കാലത്ത് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ ഉമ സംസാരിക്കും. ജിജു മാഷ് കുറച്ചുകൂടി ഇതിന്റെ ഒരു ജിയോ പൊളിറ്റിക്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടാവുക. സെമി കണ്ടക്ടർ വ്യവസായത്തിന് സാങ്കേതിക വിദ്യയുടെ AI ഭാഗമായിട്ടുള്ള ഒരു അലൈഡ് ഒരു ഇൻഡസ്ട്രിയാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെ സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഈ നിർമ്മിത ബുദ്ധിയുമായിട്ടുള്ള ബന്ധം എന്താണ്, അതിന്റെ രാഷ്ട്രീയം എന്ത്, ഡീപ്സീക്ക് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഈ രാഷ്ട്രീയ പരിസരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഡീപ്സീക്കും അല്ലെങ്കിൽ ചാറ്റ് GPT ഒക്കെ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നൊക്കെ പറയും. ഇതുപോലെ ഒരു സ്മോൾ ലാംഗ്വേജ് മോഡലുകൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണ്, അതിന്റെ ഒരു പ്രത്യേകത എന്താണ്, AI വികസനത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ സമവാക്യം, ഇന്ത്യൻ സാധ്യതകൾ എന്തൊക്കെ, ഇതൊക്കെ ആയിരിക്കും ജിജോ മാഷിൽ അവതരിപ്പിക്കേണ്ടാവുക. ഒടുവിൽ ദീപക് ഇതിന്റെ ഒരു പൊതുവായ രാഷ്ട്രീയത്തിനെ പറ്റിയും സാങ്കേതിക വിദ്യകളുടെ പൊതുവായ രാഷ്ട്രീയം എങ്ങനെ നിർമ്മിത ബുദ്ധിയുടെ കോണ്ടെക്സ്റ്റിൽ പ്രസക്തമാകുന്നുവെന്നും, നിർമ്മിത ബുദ്ധി എന്ന ആശയം എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതെന്നും, AI വികസനം പൊതുവായ ജനങ്ങളുടെ ജീവിത ഗുണനിലവാര മുന്നേറ്റത്തിനോട് എങ്ങനെ ബന്ധിപ്പിക്കാനാകുമെന്നും, നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ, അത് എന്തൊക്കെയാണ് എന്നൊക്കെ ആയിരിക്കും സംസാരിക്കേണ്ടാവുക. അപ്പോൾ ഈ ഒരു വലിയ കോണ്ടെക്സ്റ്റിൽ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ സംസാരിച്ചു തീർക്കും. ഓരോ സ്പീക്കറിനും 15 മിനിറ്റ് വീതം കൈക്ക് ലഭിക്കേണ്ടാവുക. അത് 4 പേരും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓരോ 5 മിനിറ്റ് വീതം ഓരോ സ്പീക്കറിനും ലഭിക്കും. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ, ഉത്തരങ്ങൾ അവർ നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതായിരിക്കും ഇന്നത്തെ ഒരു ചർച്ചയുടെ ഘടന. അപ്പോൾ കൂടുതൽ സംസാരിക്കാതെ സുനിൽ മാഷിനെ ആദ്യത്തെ വിഷയാവതരണത്തിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സുനിൽ മാഷെ, ഓവർ ടു യു. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു ചെറിയൊരു സ്ലൈഡ് ഇടുന്നുണ്ട്. എൻ്റെ സ്ലൈഡ് കാണുന്നുണ്ടോ? ഞാൻ ഷെയർ ചെയ്യുന്ന സ്ലൈഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. എന്നോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡീപ് സീക്ക്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു മോഡലാണ്, AI മോഡൽ. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് സംസാരിക്കുക എന്താണ് AI മോഡൽ എന്നായിരിക്കും. ഡീപ് സീക്ക് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ബാക്കിയുള്ള സ്പീക്കേഴ്സ് അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള മറ്റു വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം തന്നെ ശ്രമിക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ ഇന്റലിജൻസിനെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് സിമുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ മനുഷ്യന് എൻ്റെ ബ്രെയിന് ഒരു ഹ്യൂജ് ന്യൂറൽ സിസ്റ്റം, അതിനുള്ളിൽ ന്യൂറോണുകളുണ്ട്, മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മളുടെ ഈ 5 സെൻസിലേക്ക് ഒരു നെർവസ് സിസ്റ്റം വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഒരു ബ്രെയിനിന്റെ സ്ട്രക്ചർ. ഏകദേശം ഒരു ഹൈ ലെവൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ബ്രെയിൻ എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ പ്രവർത്തനം, നമ്മുടെ ഇന്റലിജൻസിന്റെ പ്രവർത്തനം ഏകദേശം ഇങ്ങനെയായിരിക്കും അതിന്റെ ബ്ലോക്കിലുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പുറത്തുനിന്ന് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് ഇപ്പൊ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടച്ച് വന്നാൽ, ഒരു സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വന്നാൽ നമ്മളുടെ ബ്രെയിൻ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ആ ട്രെയിനിങ് ഏകദേശം ഒരു 10-12 വർഷക്കാലം നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് പൗരനെ ഈ സമൂഹത്തിലേക്ക് നമ്മൾ പുറത്തു വിടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 18 വർഷത്തോളം നീണ്ട വലിയൊരു ട്രെയിനിങ്ങിന്റെ ഫലമായിട്ട് ഈ ഒരു മനുഷ്യൻ നമ്മുടെ പബ്ലിക് റോഡിൽ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, വോട്ട് ചെയ്യാനായിട്ട്, മറ്റെല്ലാ കാര്യത്തിലും തീരുമാനിക്കും. അപ്പൊ അവന് കിട്ടുന്ന അവന്റെ ബ്രെയിനിലേക്ക് വരുന്ന ഈ ഇൻപുട്ടുകളിൽ നിന്ന് ഈ വരുന്ന സാധനങ്ങൾ, ഇപ്പൊ ഫ്രഷ് ആയിട്ട് വരുന്ന ഇൻപുട്ട് ഇതിനു മുമ്പ് ഇവൻ ട്രെയിൻ ചെയ്തിട്ടുള്ള ഡേറ്റയുമായിട്ട് നോക്കിയിട്ട് റീസണിങ് നടത്തി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ AI മോഡലുകൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ നോക്കുന്നത് ഈ മോഡലിനെ, അല്ലെങ്കിൽ ഇത്തരം ഒരു മോഡലിനെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് സിമുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മോഡലാണ് ഡീപ് സീക്ക്. അതേപോലെ തന്നെ OpenAI, ജെമിനി, ഇതെല്ലാം മറ്റ് സിമിലർ AI മോഡലുകളാണ്. അപ്പൊ നമ്മൾ ഡീപ് സീക്ക് എന്താണ് എന്ന് പറയുന്നതിന് പകരം AI മോഡലുകൾ എന്താണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പൊ അതിനായിട്ട്
ഈ AI മോഡലുകൾ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വളരെ ചുരുക്കി പറയാൻ പോവുകയാണ്. അപ്പൊ അതിന് ആളുകൾ ചെയ്തത് നമ്മുടെ ബ്രെയിനിൽ ഇതെങ്ങനെയാണ് ഈ നമ്മുടെ ഇൻഫർമേഷൻ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റീസണിങ് നടത്തുക, നമ്മൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള പഠനത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ കറണ്ട് AI മോഡലുകൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ബ്രെയിനിനുള്ളിൽ ലക്ഷോപലക്ഷം ന്യൂറോണുകളുണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഒരു ബ്രെയിനിന്റെ പടമാണ്. അപ്പൊ അതിനുള്ളിലുള്ള ന്യൂറോണുകളുടെ കളക്ഷനാണ് കാണിച്ചത്. അപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക് എന്നാണ് അതിനെ വിളിക്കുക. ഈ ന്യൂറോണുകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ മണമോ അല്ലെങ്കിൽ ഒരു സെൻസോ ഒരു ടേസ്റ്റോ കിട്ടിയാൽ ഈ ന്യൂറോണുകൾ ആ ന്യൂറോണുകളുടെ ഉള്ളിലുള്ള അവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുക. ആ റിലേഷൻഷിപ്പിൽ ചില മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റങ്ങൾ ഇനി വീണ്ടും ഇത് തന്നെ ഈ മണം വരികയോ ഇതുപോലത്തെ ഒരു സ്മെല്ല് വരികയോ ചെയ്താൽ അതിന് വീണ്ടും അത് ഓർത്തെടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ഒരു ടിപ്പിക്കൽ ഒരു സിംഗിൾ ന്യൂറോണാണ് ഈ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ അപ്പൊ ഈ AI മോഡലുകളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കാനായിട്ട് ആളുകൾ നമ്മളൊരു മോഡൽ എന്ന നിലയിൽ ഈ ബ്രെയിനിനെ മോഡൽ ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ബ്രെയിനിനെ മോഡൽ ചെയ്ത് ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ ഈ ബ്രെയിനിലേക്ക് നമുക്ക് കിട്ടുന്ന അത് പ്രധാനമായിട്ട് ഇൻപുട്ടുകളാണ്. അപ്പൊ 5 തരം ഇൻപുട്ടുകളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറുകൾക്ക് ഇത് നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ AI മോഡലുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് സ്പീച്ച് ആയിട്ട് കൊടുക്കാം, പിക്ചറുകളായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ ആയിട്ട് കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ഡേറ്റ ആയിട്ട് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പൊ കമ്പ്യൂട്ടറിനുള്ളിൽ ഈ ബ്രെയിനിന്റെ മോഡൽ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറോണുകൾ, ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാത്സ് ഫംഗ്ഷൻ എന്ന് പറയും. അതായിരിക്കും, അല്ലാതെ നമ്മൾ ഒരു ഫിസിക്കലി സാധനമല്ല. അത് കമ്പ്യൂട്ടർ ഒരു ഡേറ്റ സ്ട്രക്ചർ എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ വിളിക്കുക. അത് അതിനുള്ളിലുള്ള ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ ആയിരിക്കും. അതിന് എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു കുഞ്ഞ് ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് വിളിക്കുന്നത്. ആ ന്യൂറോണുകളുടെ വലിയൊരു കളക്ഷൻ, ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്കിൽ നിന്ന് അതിനോട് ഈ ഇൻപുട്ട് ഡേറ്റ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് പുറത്ത് ഇത് ഇന്ന ആളാണ്, ഇത് അല്ലെങ്കിൽ ഈ കാണുന്ന ദീപക് ആണ്, അല്ലെങ്കിൽ ഈ കാണുന്ന ജിജോ ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഉദാഹരണം ഫോട്ടോസ് കൊടുത്താല് ഓരോരുത്തരുടെയും ഫോട്ടോ കൊടുക്കുമ്പോൾ ദീപകിന്റെ ഫോട്ടോ കൊടുത്താൽ ദീപക് ആണെന്ന് ടാഗ് ചെയ്യണം, ജിജോ കൊടുത്തു കഴിഞ്ഞാൽ ജിജോ ആണെന്ന് ടാഗ് ചെയ്യണം, അരുണിനെ കൊടുത്താൽ അരുൺ ആണെന്ന് ടാഗ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന വലിയൊരു കമ്പ്യൂട്ടർ സംവിധാനമാണ് ഒരു AI മോഡൽ. പിന്നെ നമ്മൾ അതിന്റെ താഴത്തെ പടം നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഡേറ്റ ഓരോ ന്യൂറോണിൽ കൊടുക്കുന്നത്, ന്യൂറോൺ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്, അതിന്റെ ഔട്ട്പുട്ട് വേറെ ഡേറ്റ ആയിരിക്കും. അപ്പൊ ഇത്തരം ഒരു വമ്പൻ സ്ട്രക്ചറാണ് ഒരു കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ സിമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ. അപ്പൊ ഈ മോഡലിന് ഇപ്പം ഇനി അപ്പൊ ഇത് ഞാൻ മോഡൽ എന്താന്ന് പറഞ്ഞത് ഒരു കമ്പ്യൂട്ടർ സംവിധാനമാണ്. ബ്രെയിൻ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഏകദേശം ഒരു 18 വർഷത്തോളം എടുത്തിട്ടാണ് നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് പൗരനെ ഉത്പാദിപ്പിക്കും. ആ 18 വർഷത്തെ ട്രെയിനിങ് കഴിയുമ്പോഴാണ് നമ്മൾ പറയും ഇവൻ റെഡിയായി, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ റെഡിയായി എന്ന് നമ്മൾ തീരുമാനിക്കുക. അതേപോലെ ഈ കമ്പ്യൂട്ടർ ന്യൂറൽ നെറ്റ്വർക്കുകളെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളൊരു കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഏകദേശം നമ്മൾ പല സാധനങ്ങൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയുന്നത് ഇന്നതാണ്, ഇത് കാറാണ് അല്ലെങ്കിൽ ഇത് ബസ്സാണ്, ഇങ്ങനെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും പല ഇൻഫർമേഷൻ. ഫാൻ നമ്മൾ ഒരു കൊച്ചു കുട്ടികളുള്ളവർക്ക് അറിയാം. നിങ്ങൾ എപ്പോഴും കുട്ടികളെ എടുത്തു കൊണ്ടുപോകും നടന്നിട്ട് ഓരോരോ പുതിയ സാധനങ്ങൾ കാണിച്ചു കൊടുക്കും. അതുപോലെ ഓരോ പുതിയ വാക്കുകൾ പറയാൻ പഠിപ്പിക്കും. അപ്പൊ അതിങ്ങനെ സ്ലോലി ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളെ ഇതേപോലെ തന്നെയാണ് ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാൻ അങ്ങോട്ട് വരാൻ എന്താണ്, അപ്പൊ ഈ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ട്രെയിൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നീട് എപ്പോഴെങ്കിലും അത് നേരത്തെ കണ്ടിട്ടുള്ള സംഗതികൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ റീസൺ ചെയ്ത് ഇത് ഇന്നതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ 2-3 പടം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും റൈറ്റിൽ ഒരു സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കുട്ടി ബസ്സുകൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കുട്ടി വളരെ ഈസി ആയിട്ട് ഇത് ബസ്സാണെന്ന് മതി. അതേസമയം നടുവിൽ കാണിച്ചിരിക്കുന്നുണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു പകുതി മുങ്ങിയ ഒരു ബസ്സാണ്. അപ്പൊ ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കും ഇത് ബസ്സാണ്, ഇത് വെള്ളമാണ്, ഇതിന് ചുറ്റുമാണ്. അപ്പൊ അതിന്റെ റീസൺ
നമ്മൾ വെള്ളവും കണ്ടിട്ടുണ്ട്, ബസ്സും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇത് ഇന്നതിനകത്ത് ഇറങ്ങിയിരിക്കുകയാണെന്ന് റീസൺ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിന് ഒരു കേപ്പബിലിറ്റി. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഇത് ആക്സിഡന്റ് ആകാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻഫറൻസ് നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ബ്രെയിനിനുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഈ മോഡലുകൾക്ക്, AI മോഡലുകൾക്ക് ഈ കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഈ കേപ്പബിലിറ്റി കൂടി വേണം. അപ്പൊ ഇങ്ങനെ ഈ സാധനങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു ട്രെയിനിങ് നടത്തും. നമ്മൾ പലതരത്തിലുള്ള, നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്ത പോലെ തന്നെ നമ്മൾ പല തരത്തില് ഉള്ള ഡേറ്റ ഉപയോഗിച്ചിട്ട് ഈ നിങ്ങളുടെ ന്യൂറോണുകളെ ട്രെയിൻ ചെയ്യും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറോണുകളെ ട്രെയിൻ ചെയ്യും. ഇപ്പൊ അത് നിങ്ങൾ ഒരു ലേമനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ന്യൂറോൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്കൂൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു പടമാണ്. അപ്പൊ ഇത് ഈ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്താണ് എന്ന് പഠിപ്പിക്കാനാണ്, ആ പ്രോബ്ലം എന്താണെന്ന് പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ പടം സാധാരണ ഉപയോഗിക്കുക. അപ്പൊ ഇത് കാണുന്നവർക്കെല്ലാം എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് എന്റെ ലെഫ്റ്റ് സൈഡില് 3 ടാങ്കുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോ ടാങ്കിനും ഓരോ നിറം, ആ നിറത്തിലുള്ള വെള്ളമാണ് അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് കരുതിക്കും. അതായത് പിങ്ക്, നീല, പച്ച, ഇങ്ങനെ 3 നിറത്തിലുള്ള ഇത് ടാങ്കിൽ വെള്ളം വെച്ചിരിക്കും. അപ്പൊ ഈ ഓരോ ടാങ്കിൽ നിന്നും വേറെ 2 ടാങ്കുകളിലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു വാൽവുകളിലൂടെ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ഈ നടുവിലത്തെ 2 ടാങ്കുകളിലേക്ക് എനിക്ക് ഈ വെള്ളം ഏത് വേണമെങ്കിലും കൊണ്ടുവരാം, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ഇനി ഈ ടാങ്കുകൾ ഇവിടെ ഇങ്ങനെ വരുന്ന സാധനത്തെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു ഫൈനൽ ടാങ്കിലേക്ക് പോകും. അപ്പൊ എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഈ ഫൈനൽ ടാപ്പിൽ കൂടെ ഒരു മഞ്ഞ നിറത്തിലുള്ള വെള്ളം ഫ്ലോ ചെയ്യണം. നിങ്ങൾക്ക് ആകെ അറിയാവുന്നത് ഇതിൽ 3 നിറമുണ്ട്, ഇവിടെ എനിക്ക് മഞ്ഞ വരണം, ഇത്രയും അറിയാവും. നിങ്ങളോട് പറയാ, നിങ്ങൾ വാൽവ് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു. എനിക്ക് ഈ ടാപ്പിൽ കൂടെ മഞ്ഞ നിറത്തിലുള്ള വെള്ളം വേണം. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് എളുപ്പമാണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ടാങ്കിന് ഇപ്പുറത്തെ വാൽവ് നമ്മൾ തിരിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും കോമ്പിനേഷനിൽ ഇവിടെ മഞ്ഞ വരുന്നുണ്ടോ നോക്കും. അപ്പൊ മഞ്ഞ വരുന്നില്ലെന്നുണ്ടാവും, മഞ്ഞയോട് അടുത്തുള്ള ഏതെങ്കിലും സാധനം വരുന്നുണ്ടാവും. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ തൊട്ട് പുറകിലത്തെ ടാങ്കുകൾ വാൽവുകൾ തിരിക്കാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ തിരിച്ച് മേ ബി കുറച്ചടുത്ത് എത്തിയെന്നിരിക്കട്ടെ. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. പലതവണ ഇതിങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടാപ്പിൽ കൂടെ ഒരു മഞ്ഞ വെള്ളം വരുത്താൻ പറ്റും. അപ്പൊ ഇത് ഒരു ടിപ്പിക്കൽ AI മോഡലിന്റെ എക്സാമ്പിളാണ്, AI ട്രെയിനിങ്ങിന്റെ എക്സാമ്പിളാണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഒരു മഞ്ഞ വെള്ളം വന്നിരിക്കും. മഞ്ഞ നിറത്തിലുള്ള ഒരു വെള്ളം ഇവിടെ ഫ്ലോ ചെയ്യാൻ, ഗ്ലാസ് പിടിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ആണെങ്കിൽ ഈ സിസ്റ്റം വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആകെ അറിയേണ്ട 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, ഈ വാൽവുകളൊക്കെ എത്ര ദൂരത്തിൽ തിരിച്ചു വെക്കണം, എത്ര ഡിഗ്രി തിരിച്ചു വെക്കണം. പിന്നെ അതല്ലാതെ ഇത് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്തത് എന്ന് തിരിച്ചറിയണം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻപുട്ടുകളാണ് ഈ മിക്സ് ചെയ്യുന്ന സാധനങ്ങൾ. അത് ആണ് നിങ്ങളുടെ ന്യൂറോണുകൾ, നിങ്ങളുടെ ന്യൂറൽ നെറ്റ്വർക്കിലെ ന്യൂറോണുകളാണ്. ഇനി ഇത് തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ട്, എന്താ വാൽവിന്റെ പൊസിഷൻ, അതാണ് വെയിറ്റുകൾ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ നമുക്ക് ഇതിനെ റിപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആകെ വേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ മിക്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയണം. 2, ഈ വാൽവുകൾ എങ്ങനെയാണ് തിരിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ അറിയണം. ഇത് മാത്രം പറഞ്ഞു കൊടുത്താൽ വേറെ ഏത് സ്ഥലത്തും ഒരാൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒരു സാധനം. അപ്പൊ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ന്യൂറൽ നെറ്റ്വർക്കിൽ ഏകദേശം ഇതേ മെക്കാനിസത്തിലാണ് ട്രെയിൻ ചെയ്യുക. അപ്പൊ കമ്പ്യൂട്ടറിൽ ഇത്തരം 1000കണക്കിന് ന്യൂറോണുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മിക്സർ പോലെ 1000കണക്കിന് ടാങ്കുകൾ ഉണ്ടാവും. ഈ ടാങ്കുകളിൽ ഓരോന്നിലും ഇതുപോലെ വാൽവുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വെയിറ്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇപ്പോൾ അരുൺ രവിയുടെ പടം കൊടുത്താൽ ഇവിടെ റൈറ്റ് സൈഡിൽ അരുൺ രവി ആണെന്ന് എഴുതി വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് വെയിറ്റ് അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു വെക്കണം എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഓരോരുത്തരെ കൊടുത്താൽ തിരിച്ചെത്തണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും, ഇപ്പൊ എന്റെ പടം കൊടുത്താൽ എന്റെ പടമാണെന്ന് പറയണം, ജിജോയുടെ പടം കൊടുത്താൽ ജിജോയുടെ ആണെന്ന് പറയണം, അരുണിന്റെ കൊടുത്താൽ അരുണിന്റെ ആണെന്ന് പറയുന്ന ഒരു വെയിറ്റ് കോമ്പിനേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ആ കോമ്പിനേഷനും ഈ മിക്സ് ന്യൂറോണുകളും കൂടെ ചേർന്നാൽ അതൊരു ഇന്റലിജന്റ് സിസ്റ്റം ആവും, ഒരു മോഡലാണ്. അപ്പൊ ഇത്തരം മോഡലുകളെ ഉണ്ടാക്കാനാണ് നമ്മൾ AI മോഡലുകാരെ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഓപ്പൺ AIയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിന് ഇത്തരം 1.7 ട്രില്യൺ വെയിറ്റുകളാണുള്ളത്. 1.7 ട്രില്യൺ വെയിറ്റുകളുള്ള ഇത്തരം ഒരു നെറ്റ്വർക്കാണ്
അവർ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പൊ ഇത് ഞാൻ 3 ലെയറെ കാണിച്ചിട്ടുള്ളൂ. അവരുടെ അതിനകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അറിഞ്ഞുകൂടാ. വലിയ പല രീതിയിൽ പല ടൈപ്പ് മോഡലുകൾ കണക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ഈ വെയിറ്റുകളുടെ പൊസിഷൻ അതൊരു കൊമേഴ്സ്യൽ സീക്രട്ട് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾക്ക് അവരിങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് നിങ്ങളോട് നമുക്ക് ആകെ പറയുന്നത് വെള്ളം പിടിച്ച് കുടിക്കാനേ നിങ്ങളോട് സമ്മതിക്കും. നമുക്ക് ഇത് പുതിയൊരു സാധനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മെയിൽ ചെയ്യാനോ ഒന്നും നമ്മൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ അരുണിന്റെ പടം കൊടുത്താൽ അരുണാണെന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഈ വെയിറ്റുകൾ അവർ പറഞ്ഞു തരില്ല. അപ്പൊ നമ്മുടെ ഡീപ്സീക്ക് ഒക്കെ ചെയ്ത കാര്യം എന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്തുണ്ടാക്കിയിട്ട് ഇതിന്റെ വെയിറ്റ് മെട്രിക്സ് ഇതാണ് ഇതിന്റെ വെയിറ്റ്. ഇങ്ങനത്തെ ഡീപ്സീക്ക് അല്ലെങ്കിൽ ഓപ്പൺ എഐ പോലെ ഒരു മോഡൽ ഉണ്ടാക്കണമെങ്കിൽ ഇതാണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് മെട്രിക്സ് അവർ റിലീസ് ചെയ്യും ഫ്രീ ആയിട്ട്. കൂടാതെ ഇവരുടെ ചൈനയ്ക്ക് ഒരു എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ഇത്തരം ട്രെയിനിങ്ങുകൾ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് വലിയ തോതിൽ കമ്പ്യൂട്ടിംഗ് പവർ വേണം. ആ കമ്പ്യൂട്ടിംഗ് പവർ അവർക്ക് കിട്ടാതിരിക്കാനായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻവിഡിയയുടെ GPUകൾ ഇത് ആ കമ്പ്യൂട്ടറുകൾ ചൈനയിലേക്ക് കയറ്റാൻ സമ്മതിച്ചില്ല. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലെസർ ആയിട്ടുള്ള ലോവർ കേപ്പബിലിറ്റി ഉള്ള മെഷീനുകൾ ഉപയോഗിച്ചിട്ട് ഈ ട്രെയിനിങ് നടത്തി. അപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ നമ്മൾ ഇങ്ങനെയാണ് ഫിസിക്കലി മാത്തമാറ്റിക്കലി ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകൾ ഇങ്ങനെ ഒരു ഇതായിട്ടായിരിക്കും കാണിക്കുക. ഇങ്ങനെ വെയിറ്റുകളായിട്ടായിരിക്കും നമ്മൾ ഓരോ കണക്ഷനും വെയിറ്റ്സ് ഉണ്ടാവും. ഓരോ മിക്സറിനും ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് വിൽ റൈറ്റ് സം മാത്തമാറ്റിക്കൽ ഇക്വേഷൻ തരും. അപ്പൊ ഇങ്ങനത്തെ ഈ മോഡല് ഇവര് 2 രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് ഇവർ നടത്തിയത്. ഒന്ന് ഇതിന്റെ സൈസ് അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് അൽഗോരിതംസ് ഉപയോഗിച്ചിട്ട് ഈ മൊത്തം നെറ്റ്വർക്കിനെ ചെറുതാക്കി. 2 ഇത് ഒരു കുറച്ചുകൂടി ലോവർ കേപ്പബിലിറ്റി ഉള്ള കമ്പ്യൂട്ടറുകളിൽ ഇത് റൺ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അപ്പൊ ഈ 2 ഇന്നോവേഷനും ഭയങ്കര കാര്യമായിട്ടുള്ള പുരോഗതിയാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു വലിയ സംവിധാനം ട്രെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് പുതിയൊരു സാധനം നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതെന്നുള്ള വിവരം അവരൊന്ന് പബ്ലിഷ് ചെയ്ത് തന്നു. 2, ഇവർ പബ്ലിഷ് ചെയ്ത് തന്ന മോഡൽ നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഡിപ്ലോയബിൾ ആയി. അത് നമുക്ക് ഡിപ്ലോയ് ചെയ്ത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇതുപോലത്തെ ChatGPT പോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ പുറത്തു പോകാതെ അല്ലെങ്കിൽ ആ മോഡൽ നമുക്ക് നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ നമ്മുടെ ഗവൺമെന്റിനോ കമ്പനിക്കോ ഡിപ്ലോയ് ചെയ്യാവുന്ന രീതിയിൽ ഈ മോഡല് അവർ നമുക്ക് തന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഇത്. അപ്പൊ എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ വെയിറ്റ് മോഡൽ എന്നാണ് ഞാൻ വിളിക്കുക. ഈ മോഡലിലെ വെയിറ്റുകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഇതേ സമയം ഇവർ ചെയ്തു തരാത്ത ഒരു കാര്യമുണ്ട്. ഇവരിത് എങ്ങനെയാണ് ഏത് ഡേറ്റ ഉപയോഗിച്ചാണ് ഇവർ ട്രെയിൻ ചെയ്തത് ആ വിവരം ഇവർ പറഞ്ഞു തന്നിട്ടില്ല. അത് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനത്തെ ട്രെയിനിങ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് മില്യൺസ് ഓഫ് ഡേറ്റ വേണം. പലതരത്തിലുള്ള ഡേറ്റ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഈ വെയിറ്റ് മോഡലിന് ഇങ്ങനെ ഒരു മോഡൽ കിട്ടിയാൽ ഇതിനെ നമുക്ക് നമ്മളുടെ ഡേറ്റ ഉപയോഗിച്ച് റീട്രെയിൻ ചെയ്യാം. ഫൈൻ ട്യൂണിങ് എന്ന് പറയാം. നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് പുതിയ മോഡലുകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ മോഡലുകളെ ഡിസ്റ്റിൽ ചെയ്ത് ചെറിയ മോഡലുകൾ ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്കിപ്പോൾ തുറന്നു തന്നു. അപ്പൊ അതുകൊണ്ട് ഡീപ്സീക്ക് അല്ലെങ്കിൽ അവർ ചെയ്ത പണി എന്ന് പറയുന്നത് ഇതിന്റെ കുത്തകനെ പൊളിക്കുക എന്നാണ് ചെയ്തത്. അതായത് അമേരിക്കൻ കമ്പനികൾക്ക് ഇതിനകത്തുണ്ടായിരുന്ന അപ്രമാദിത്വത്തിനെ ഇവർ ചലഞ്ച് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് അവസാന സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചൈനീസ് കമ്പനിയിൽ ഇവർ നമ്മുടെ ഡേറ്റ ചോർത്തില്ല എന്നാണ്. തീർച്ചയായിട്ടും അവർ ചോർത്തും. കാരണം നിങ്ങൾ ഈ ഡീപ്സീക്കിന്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ക്വറി നടത്തിയാൽ അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ചൈനയിലുള്ള കമ്പ്യൂട്ടറിൽ പോയിട്ട് അവിടെ നിന്നാണ് ഉത്തരം തിരിച്ചു വരുന്നത്. ആ ഉത്തരം തിരിച്ചു വരുന്ന വഴിക്ക് അവർക്ക് ഫിൽട്ടർ ചെയ്യാം, അവർക്ക് നിങ്ങളുടെ സാധനങ്ങൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാക്കി ചെയ്യാം. പക്ഷേ ഇതേ കാര്യം തന്നെയാണ് ഓപ്പൺ എഐ അല്ലെങ്കിൽ ChatGPT ചെയ്യുന്നത്. നിങ്ങൾ അയക്കുന്ന സാധനം അവരവിടെ പിടിക്കുന്നു, അവരുടെ മോഡൽ കൊടുക്കുന്നു, ഉത്തരം കിട്ടുന്നു, തിരിച്ചു വരുന്നു. ഇത് തമ്മിലൊരു വ്യത്യാസം ഇതേ ഉള്ളൂ. നിങ്ങൾ ചൈനീസ് മോഡല് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മോഡൽ എടുത്തുകൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരു കമ്പ്യൂട്ടർ വെച്ച് നിങ്ങൾ അതിലേക്ക് അയച്ചാൽ പിന്നെ നമ്മുടെ കയ്യിലായി ഈ ഡേറ്റ ഒന്നും പുറത്തു പോവുകയില്ല. അപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ ചൈനീസ് വെബ്സൈറ്റ് ആയാലും US വെബ്സൈറ്റ് ആയാലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ കൊടുക്കും.
അപ്പൊ ഇന്ത്യക്ക് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഇത്തരം മോഡൽ ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ല വഴി കൂടി പറഞ്ഞു തന്നതാണ് ഇവർ നടത്തിയ ഇന്റർവെൻഷൻ. അത് ആ മോഡലുകൾ, അതായത് ചൈനീസ് മോഡലുകളോ അല്ലെങ്കിൽ യൂറോപ്യൻ മോഡലുകളോ ഏത് മോഡലുകൾ തന്നെ ആയാലും ആ മോഡലുകൾക്ക് രാഷ്ട്രീയമോ പൊളിറ്റിക്സോ ഒന്നുമില്ല. അത് ജസ്റ്റ് വെയിറ്റുകളാണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് നമ്പറുകൾ മാത്രമാണ്. ആ നമ്പറുകൾക്കുള്ളിൽ നിങ്ങളുടെ ഇതുവരെ പല പല ഇൻഫർമേഷൻ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് പക്ഷേ അതിനകത്ത് ചിലപ്പോൾ അത് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ഡേറ്റ അതിനനുസരിച്ചായിരിക്കും ഈ നമ്പറുകൾക്ക് ഇതുള്ളത്. അതിനകത്ത് ചിലപ്പോൾ ചൈനക്കാർക്ക് വേണ്ടാത്ത ഡേറ്റ ഉപയോഗിച്ച് അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ മോഡൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ റീട്രെയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഡേറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ടെക്നോളജി കൂടി അവർ പറഞ്ഞു തന്നു. അതുകൊണ്ട് ഈ മോഡലുകൾ വളരെ ഡ്രാസ്റ്റിക് ആയ ഒരു ഡിസ്റപ്ഷൻ ആണ് ഈ ടെക്നോളജിയിൽ ഉണ്ടാക്കിയത്. 2 തരത്തിലാണ്. ഒന്ന്, ഈ മോഡൽ ഓപ്പൺ സോഴ്സ് ആയി. 2, കുറഞ്ഞ പവറുള്ള കമ്പ്യൂട്ടേഷണൽ പവറുള്ള GPUകളിൽ ഇത് ഉപയോഗിക്കാം എന്ന് കൂടി ഇവർ തെളിയിച്ചു. അപ്പൊ ഈ 2 കാര്യങ്ങളിലാണ് നമുക്ക് നിലവിൽ ഈ ഒരു ഇന്റർവെൻഷൻ ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ എന്റെ ഈ പോർഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഞാൻ 2 പോയിന്റാണ് പറഞ്ഞത്. ഒന്ന്, എന്താണ് AI മോഡലുകൾ, എങ്ങനെയാണ് മോഡലുകൾ നമുക്ക് ട്രെയിൻ ചെയ്യുന്നത്, ഡേറ്റയുടെ പ്രത്യേകത എന്താണ്, ഇനി അങ്ങനെ ട്രെയിൻഡ് മോഡലുകൾ എന്തുകൊണ്ടാണ് നമുക്ക് ഓപ്പൺ സോഴ്സ് ചെയ്താൽ അതുകൊണ്ട് അഡ്വാൻറ്റേജ്. ഇത്രയാണ് ഞാൻ ഇനീഷ്യലി ഈ സംഗതികളെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് നടന്ന ഒരു ഡിസ്റപ്ഷനും. അരുൺ, യു ക്യാൻ ടേക്ക് ഓവർ ആൻഡ് മേ ബി ഐ തിങ്ക് ഞാൻ സമയം കൂടുതൽ എടുത്തോ, കൃത്യസമയത്ത് നിർത്തിയെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ അടുത്ത റൗണ്ടിൽ ഞാൻ ഉപയോഗിച്ചോളാം, എനിക്ക് സമയം മിച്ചമുണ്ടെങ്കിൽ. അപ്പൊ ഒരു വളരെ അടിസ്ഥാനപരമായി ഈ മോഡലുകളെ പരിചയപ്പെടുത്തുകയും അതിന്റെ ഒരു ലളിതമായ ഒരു പ്രസന്റേഷൻ ആണ് സുനിൽ മാഷ് നടത്തിയത്. അതൊരു തുടക്കം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ, കുറച്ചുകൂടി സാങ്കേതികത്വം, എങ്ങനെയാണ് ഓപ്പൺ എ ഐ അല്ല ഡീപ്സീക്ക് എന്ന സാങ്കേതിക വിദ്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉമയെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. അപ്പോ സുനിൽ മാഷ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്രം ദ സ്ക്രാച്ച് ഒരു ബിഗിനേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേയിൽ അത് പ്രസന്റ് ചെയ്തു. ഇനി എന്റെ പണി വളരെ സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഐ എം മോർ ഓൺ എ ടെക്നിക്കൽ പേഴ്സൺ. ഞാൻ ഇതിന്റെ കൂടുതൽ ആർക്കിടെക്ചർ ലെവലിലാണ് സംസാരിക്കുക. കുറച്ചുകൂടെ ഞാനൊരു പാസ്റ്റ് 6 years ആയിട്ട് AI എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്താന്ന് പറയാം. പിന്നെ എന്താണ് അതിന്റെ ആർക്കിടെക്ചർ ഇന്നോവേഷൻ. ഇപ്പൊ സാറ് പറഞ്ഞു വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഇത് ഓപ്പൺ സോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകതകൾ, മറ്റുള്ള LLM-ൽ നിന്ന് ഇത് എത്രത്തോളം വ്യത്യസ്തമാണ്, പിന്നെ ഇതിന്റെ ടെക്നിക്കൽ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇപ്പൊ ഈ ഡീപ്സിക് പോലെയുള്ള പുതിയ മോഡലുകൾ വന്നതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ സൊസൈറ്റിക്ക് ഉണ്ടാവുന്നത്, ഈ വക വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. ഇപ്പൊ ഡീപ്സിക് ഒരു LLM ആണ് വിച്ച് ഹാസ് ഓൾ മൾട്ടി മോഡൽ കേപ്പബിലിറ്റീസ്. അപ്പോ സാറ് പറഞ്ഞ പോലെ ഒരു AI മോഡൽ, അത് നമ്മൾ എന്ത് ചോദിച്ചാലും ആൻസർ പറയുന്ന ഒരു AI മോഡൽ, അത് ChatGPT, Gemini അങ്ങനെ ഒരുപാട് LLMs വന്നിട്ടുണ്ട്. അപ്പൊ ഡീപ്സിക് ഇപ്പൊ ഒരു കറന്റ്ലി മാർക്കറ്റിൽ ഒരു ലേറ്റസ്റ്റ് ബസ് വേർഡ് ആണ്. ബിക്കോസ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റി. ആൻഡ് ഇറ്റ് യൂസസ് ലെസ് ഹാർഡ്വെയർ ടു ട്രെയിൻ ദ സിസ്റ്റം. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞു ഒരു സിസ്റ്റം ട്രെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് വെയ്റ്റ്സ് ഉപയോഗിക്കുന്നു, ഒരുപാട് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഡീപ്സിക് മോഡൽ ഇത്ര ലെസ് കോസ്റ്റ്ലി ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 മെക്കാനിസം ആണ്. ഇപ്പം AI അധികം അറിയാത്തവര് ഈ പേരൊന്നും കേട്ട് പേടിക്കണ്ട. ഇറ്റ്സ് വെരി സിമ്പിൾ. മിക്സർ ഓഫ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഡീപ്സിക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മോഡൽ അതാണ് ഇതൊരു ഡെക്ക് ഓഫ് ആർക്കിടെക്ചർ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് വെയ്റ്റ്സ് അത് മാത്രമേ ഇത് ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ട്രെയിൻ ചെയ്യേണ്ടതുള്ളൂ എന്ന് വെച്ചാൽ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ മതി നമുക്കപ്പോ, കുറച്ച് കമ്പ്യൂട്ടേഷണൽ പവർ മതി. അങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് ആക്ച്വലി ഇത് റെഡ്യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു മൾട്ടി ഹെഡ് ലേറ്റന്റ് അറ്റൻഷൻ ആ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഔട്ട്പുട്ട്, അതായത് ഈ ബെസ്റ്റ്
ബെസ്റ്റ് എക്സ്പേർട്ടിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് സാധനങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ലോഡിനെയൊക്കെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് വളരെ മിനിമം റിസോഴ്സിൽ നമുക്ക് ട്രെയിൻ ചെയ്യാവുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് മെക്കാനിസം ആണ് ശരിക്കും ഈ ഡീപ് സീക്കിനെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് മാറ്റിയത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഇത് അവൈലബിൾ ആണ്. ഓപ്പൺ എ ഐ ഒക്കെ ആണെങ്കിൽ ഹൈലി പെയ്ഡ് ആണ്. ഇപ്പം ഞാൻ പാസ്റ്റ് 2 years ആയിട്ട് കംപ്ലീറ്റ്ലി GPT തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ മിക്കവാറും ഫൈൻ ട്യൂൺ ചെയ്യുന്നത് എല്ലാം GPT മോഡൽ ഉപയോഗിച്ചാണ്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് അക്യുറസി. ഇപ്പൊ ഡീപ് സീക്ക് ഇപ്പോഴും എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നില്ല ഡീപ് സീക്ക് ഇസ് ഹൈലി എഫിഷ്യന്റ് ബിക്കോസ് ഇറ്റ്സ് സംതിങ് ന്യൂ. അത് പല നമ്മളുടെ യൂസ് കേസ് അനുസരിച്ച് ഇതിന് പറയാൻ പറ്റുള്ളൂ ഇതാണോ ബെസ്റ്റ് അതോ GPT ആണോ ബെസ്റ്റ്, അത് വേറെ ഏത് LLM ആണ് ബെസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും തീരുമാനിക്കാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ യൂസ് കേസ്. സോ പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ സ്കെയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്ന ഒരാൾക്ക് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഓപ്പൺ എഐയുടെ അക്യുറസി കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒരു സിസ്റ്റം വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. ഇതാണ് ഇതിന്റെ ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ, അതായത് മിക്സർ ഓഫ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അതായത് സാധാരണഗതിയിലുള്ള എല്ലാ LLM മോഡൽസിലും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഒരു പാരാമീറ്റേഴ്സ് ട്രിഗർ ചെയ്യാന്നറിയാം. അതായത് 1.8 ട്രില്യൺ പാരാമീറ്റേഴ്സ് ആണ് GPT-4 ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം ഒരു ആവശ്യത്തിന് ഇവർ ഈ എല്ലാ പാരാമീറ്റേഴ്സും കൂടി ട്രിഗർ ചെയ്യുമ്പോൾ അത്രയും കമ്പ്യൂട്ടേഷണൽ പവർ ആവശ്യമുണ്ട്. പക്ഷെ ഈ ഡീപ് സീക്കിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 670 ബില്യൺ പാരാമീറ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഈ വെയ്റ്റ്സ് സർ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ എല്ലാത്തിനും ഉപയോഗിക്കില്ല. അറ്റ് എ ടൈം ഏതാണോ വേണ്ടത് അത് മാത്രമേ അത് ചൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അറ്റ് എ ടൈം പെർ ടോക്കൺ അതൊരു 37 ബില്യൺ പാരാമീറ്റേഴ്സിനെ മാത്രമേ അത് ട്രിഗർ ചെയ്യുള്ളൂ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ കമ്പ്യൂട്ടേഷണൽ പവർ വളരെ കുറച്ച് മതി ഒരു സിസ്റ്റത്തെ ട്രെയിൻ ചെയ്തെടുക്കാൻ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം ഈ ഫ്രീ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. ഇപ്പൊ AI കുറിച്ച് കുറച്ച് മാത്തമാറ്റിക്സ് ബിഹൈൻഡ് ഇറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് അതൊരു ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുമ്പോൾ. പക്ഷെ ഓൺ എ ഹൈ ലെവൽ ഇതാണ് ഇതിന് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാതെ നല്ല രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് മെക്കാനിസംസ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം FP8 മിക്സഡ് പ്രെസിഷൻ ട്രെയിനിങ് യൂഷ്വലി നമ്മൾ ഈ 16 ബിറ്റ് 32 ബിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ചെയ്യുന്നത് അത്രയും. പക്ഷെ ഇതിൽ 8 ബിറ്റ് പ്രെസിഷനിലാണ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്നത്. അതും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ സാറ് നേരത്തെ പറഞ്ഞു ലൈക്ക് സ്മോൾ ലാംഗ്വേജ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്ന, അതായത് ലാർജ് ലാംഗ്വേജ് ഒരു ലാർജ് മോഡൽ ഉണ്ട്, അതിന് ഈക്വൽ ടു ആയിട്ടുള്ള നമുക്കൊരു സ്മോൾ മോഡൽ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് റീസണിങ് കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത്രയും മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും ഈ ആർക്കിടെക്ചർ ഇന്നോവേഷൻ വെച്ചിട്ടാണ് ശരിക്കും നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തത് ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആയത് ഡീപ് സീക്ക്. അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ AI ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി. അതായത് ഇപ്പോൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും AI ആക്സസിബിൾ ആയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോ നമ്മള് ജസ്റ്റ് ഇപ്പോ GPT-4 ജെമിനി ഡീപ് സീക്ക് ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്സർ ഓഫ് എക്സ്പേർട്ട് ആർക്കിടെക്ചറിൽ ശരിക്കും there are 671 ബില്യൺ ടോട്ടൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അറ്റ് എ ടൈം അതായത് ഏത് ഏരിയ ആണ് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൽ ഏറ്റവും ബെസ്റ്റ് മോഡൽസ് മാത്രം എടുത്ത് അതിനെ മാത്രം അവർ ട്രെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ GPT ഒക്കെ ആണെങ്കിൽ GPT-4 ഒക്കെ ആണെങ്കിൽ ഒരു സാറ് നേരത്തെ ന്യൂറോൺസ് കാണിച്ചിരുന്നു. അങ്ങനെ അത് കുറച്ച് ലെയേഴ്സ് ഓഫ് നെറ്റ്വർക്ക് ആണ്. അതുപോലെ ഒരുപാട് ലെയേഴ്സ് ഓഫ് നെറ്റ്വർക്ക് പ്ലസ് 1.8 ട്രില്യൺ പാരാമീറ്റേഴ്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഡെൻസ് ആർക്കിടെക്ചർ ആണ്. പക്ഷെ അതുപോലെ തന്നെ
GPT-4 അതിന്റെ ഒരു അക്യുറസി ലെവലും വളരെ ഹൈ ആണ്. ഇപ്പം ഞാൻ ക്ലിനിക്കൽ ട്രയൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ കറന്റ്ലി ചെയ്യുന്ന ഒരു വർക്കിന് ഞങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്ന എംബഡിങ് GPT-4 എംബഡിങ് ആണ്. വെരി കോസ്റ്റ്ലി ആണ്, നമ്മൾ അത്രയും പേ ചെയ്യണം. പക്ഷെ GPT-3 GPT-4 മാറിയപ്പോ തന്നെ നമുക്ക് 10% ഓഫ് അക്യുറസിയാണ് നമ്മുടെ കൂടിയത്. അപ്പൊ ഒരിക്കലും എപ്പോഴും നമ്മുടെ യൂസ് കേസിന് ഏതാണോ ബെറ്റർ ആ ആർക്കിടെക്ചർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ചില കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് കുറച്ച് ലെസ് അക്യുറസി ആയാലും ഓക്കെ, പക്ഷെ എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനമാണെന്ന് എനിക്കുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സ് മോഡൽ യൂസ് ചെയ്യാം. അതിൽ ഒരു ഇതില്ല, എന്താണോ നമ്മളുടെ പ്രയോറിറ്റി അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മോഡലായാലും യൂസ് ചെയ്യേണ്ടത്. അപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇത് എൻവിഡിയുടെ ചിപ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അതർ LLMs GPT, Gemini അതൊക്കെ H100 NVIDIA ചിപ്സ് ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ബട്ട് in DeepSeek they have degraded that H800 NVIDIA ചിപ്സ് വെച്ചിട്ടാണ് ഇത് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് കൂടുതലും കോസ്റ്റ് എഫക്റ്റീവ് ആവാനുള്ള ഏറ്റവും വലിയ അതായത് കോസ്റ്റ് ഇഫക്റ്റീവ് ആവാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ഇതിന് ലെസ് ഇൻഫ്രാസ്ട്രക്ചർ മതി. പിന്നെ നമ്മൾ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് കുറയുമ്പോൾ എന്തായാലും ട്രെയിൻ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അത്രയും മതി നമുക്ക്. അതുകൊണ്ടാണ് ഡീപ്സീക്ക് മോർ പോപ്പുലർ ആയത്. ഇപ്പോ ജനുവരി 25 അത് റിലീസ് ചെയ്തപ്പോ NVIDIA ഒക്കെ അങ്ങ് ബ്ലീഡ് ചെയ്യായിരുന്നു. പക്ഷെ NVIDIA എങ്ങനെയാണ് എനിക്കിപ്പോഴും അതിനെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് ശരിക്കും NVIDIAയുടെ ചിപ്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം ട്രെയിൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും ലെസ് കോസ്റ്റ്ലി ആയിട്ടൊരു ചിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ അഡ്വാൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ അത് NVIDIAക്ക് ഒരു ഭീഷണിയാണ്. അതർവൈസ് ഐ ഡോണ്ട് തിങ്ക്. പിന്നെ ഇങ്ങനെ ഒരു മോഡൽ കൊണ്ടുവരാൻ പറ്റി, സോ ഇറ്റ് ഈസ് ആക്സസിബിൾ ടു എവ്രി വൺ. അതാണ് എന്റെ ഒരു ദാറ്റ്സ് വാട്ട് മൈ തോട്ട് ഈസ്. ആൻഡ് ഇത് ഇപ്പം ഡീപ്സീക്കിന്റെ ഡിഫറെന്റ് മോഡൽസ് വന്നതാണ്. അത് ഓരോന്നും ഓരോ സ്പെസിഫിക് ടാസ്കിന്, ഇപ്പൊ കോഡിംഗ് ടാസ്കിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡീപ്സീക്ക് മോഡൽ ആണെങ്കിൽ അത് ഇറ്റ് ഈസ് വെരി ഗുഡ് അറ്റ് ദാറ്റ്. അപ്പം അതുപോലെ ഇപ്പൊ ഡീപ്സീക്ക് V2, V3 ഇതൊക്കെ റീസണിങ് കേപ്പബിലിറ്റി ആൻഡ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് കോമ്പറ്റീറ്റീവ് വിത്ത് OpenAI എന്നാണ് പറയുന്നത്. ഇപ്പൊ ഡീപ്സീക്ക് R1 ആണെങ്കിൽ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസ് കേസ്. നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഇറ്റ്സ് പ്രെറ്റി ന്യൂ. കുറച്ചുപേരെ ആൾക്കാർ യൂസ് ചെയ്ത് അത് ഉപയോഗിച്ച് അത് വെച്ച് ഡെവലപ്പ് ചെയ്ത് മോഡൽസ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ആക്ച്വലി വിച്ച് ഇസ് ഗുഡ്. ഇപ്പോഴത്തെ കറണ്ട് റിസർച്ച് അനുസരിച്ചിട്ട് ഇത് പല റീസണിങ് ടാസ്കിലും DeepSeek is almost equal. And then the latest model Janus Pro 7B, it has multi-model capability. So image processing ആണെങ്കിലും ഓഡിയോ പ്രോസസ്സിംഗ് ആണെങ്കിലും എല്ലാം നമുക്ക് DeepSeekന്റെ ലേറ്റസ്റ്റ് മോഡൽസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇതല്ലാതെ ഒരുപാട് ഓപ്പൺ സോഴ്സ് മോഡൽസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു I will go to the technical possibilities. ടെക്നിക്കൽ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കറണ്ട് LLM വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമുക്ക് ഡീപ്സീക്ക് വെച്ചിട്ടും ചെയ്യാം. പിന്നെ പല കാര്യങ്ങളിലും യൂസ് കേസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ എത്രത്തോളം ആക്യുറസി ഉണ്ട് അതിന്. ബിക്കോസ് ഇപ്പൊ ചൈനയിൽ ട്രെയിൻ ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളൊരു ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ചാൽ ഡീപ്സീക്ക് ആൻസർ ചെയ്യില്ല. അതുപോലെ പല കാര്യങ്ങളും ഡീപ്സീക്ക് എവിടെയാണോ എന്ന് വെച്ചാൽ പല ഡാറ്റ വെച്ചിട്ട് അവർ ട്രെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇറ്റ്സ് ഓൾ നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഡീപ്സീക്ക് ആണോ അത്രയും ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് തരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ചെയ്തു നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ LLM ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ തന്നെ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വന്നപ്പോ തുടങ്ങി നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല കാര്യങ്ങളിലും ഇറ്റ്സ് pretty accurate. The results are quite promising results it's giving. So whatever possible with the other LLMs, that is all possible with the DeepSeek as well. പിന്നെ കൂടുതലും എന്താ ഇത് ഓപ്പൺ സോഴ്സ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ആയതിന്റെ പേരിൽ കുറച്ചും കൂടെ എല്ലാ തരത്തിലുള്ള ബിസിനസ് ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫണ്ട് ഇല്ലാണ്ടും ചെയ്യുന്നവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്യുറസി കോംപ്രമൈസ് ചെയ്യാം
പറ്റോ ഇല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പല കാര്യങ്ങളും. ബട്ട് സ്റ്റിൽ മെനി ഓഫ് സിറ്റുവേഷൻസ് ഇറ്റ് ഈസ് ഗിവിംഗ് ഓൾമോസ്റ്റ് ഈക്വൽ ടു അക്യുറസി എന്നാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വി ആർ സ്റ്റിൽ യൂസിങ് GPT-4 ഓർ ദി അതർ അവൈലബിൾ പെയ്ഡ് വൺസ് ഓൺലി. സോ ഇതൊരു വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പോ വേറെ ഏതൊക്കെ ഡൊമൈനില് ഇപ്പൊ ഞാനിപ്പോ ക്ലിനിക്കൽ ട്രയൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഹെൽത്ത് കെയറിലാണെങ്കിൽ ഇപ്പൊ ക്ലിനിക്കൽ ട്രയലില് ഇപ്പൊ എനിക്കൊരു ക്യാൻസറിന്റെ പ്രഡിക്ഷൻ ഉണ്ടെന്ന് വെക്കാം. അപ്പൊ അതിന് ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും അത് നമുക്ക് അറിയില്ല, ചെയ്ത് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡോക്യുമെന്റ് കാറ്റഗറൈസേഷൻ, ക്ലിനിക്കൽ ട്രയലിലെ ഡോക്യുമെന്റ് എനിക്ക് കാറ്റഗറൈസ് ചെയ്ത് കിട്ടണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ എന്റെ അക്യുറസി എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഗോ വിത്ത് DeepSeek or any other open source model. But still ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കില് നമ്മളൊരു എല്ലാ ഓപ്പൺ സോഴ്സ് മോഡൽസ് ട്രൈ ചെയ്തു. ബട്ട് ഫൈനലി വി ഗോ വിത്ത് GPT-4 എംബഡിങ്സ്, ബിക്കോസ് അതാണ് അറ്റ്ലീസ്റ്റ് 83% ഓഫ് ആക്യുറസി നമുക്ക് തരുന്നത്. ബാക്കി എല്ലാം ലെസ് ദാൻ 70% ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളും എല്ലാ സമയത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഏത് ഏരിയയിൽ പോവാണെങ്കിലും ഫിനാൻസ്, എഡ്യൂക്കേഷൻ, എനി ഏരിയ, wherever the other LLMs they are using, the same way we can use DeepSeek as well. And yeah, പിന്നെ ഇപ്പൊ ഈ DeepSeek പുതിയതായിട്ട് വന്നതിന്റെ പേരിൽ ഒരുപാട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഓപ്പൺ സോഴ്സ്. ആൻഡ് പുതിയ റിസർച്ചുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് പ്രത്യേകിച്ചും വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യാ, ദാറ്റ്സ് ഓൾ ഫ്രം മൈ എൻഡ്. ഇപ്പൊ DeepSeekന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. DeepSeek വോണ്ട് ആൻസർ ദാറ്റ്. അതുപോലെ ഇപ്പോ വാട്ട് ആർ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, അതുപോലും DeepSeek ആൻസർ ചെയ്യില്ല. അപ്പം നമ്മളിപ്പോ ഏത് ഏരിയയിലാണോ റിസർച്ച് ചെയ്യാൻ പോകുന്നത്, ഏത് ഡാറ്റയാണോ നമുക്ക് വേണ്ടത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇത് ഓപ്പൺ സോഴ്സ് ആയതിന്റെ പേരിൽ നമുക്ക് കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാനും ഒക്കെ ഈസിയാണ്. യാ, ഐ വിൽ ഹാൻഡ് ഓവർ ടു നെക്സ്റ്റ് പേഴ്സൺ. താങ്ക് യു സോ മച്ച് ഫ്രം മൈ എൻഡ്. ഓക്കെ ഉമ്മ, താങ്ക് യു. കുറച്ച് സാങ്കേതിക വിദ്യ കൂടുതൽ കലർന്നൊരു വിഷയമായിരുന്നു. അത് ഉമ്മയുടെ കുറ്റമല്ല, കാരണം ഉമ്മയ്ക്ക് കൊടുത്തിരുന്ന വിഷയം അത് അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു തലത്തിലേ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാലും ആർക്കിടെക്ചർ എങ്ങനെയാണ് DeepSeekൽ പ്രവർത്തിക്കുന്നത്, അതിന്റെ DeepSeekന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരു സാധാരണഗതിയിലെ OpenAIയുടെ ChatGPTയുടെ ആർക്കിടെക്ചറിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിശദാംശങ്ങൾ പറയുകയും അത് അത്യാവശ്യം നല്ല രീതിയിൽ അതിനൊരു ക്ലാരിറ്റി തരികയും ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിന്റെ ഒരു ജിയോ പൊളിറ്റിക്സിനെ പറ്റിയിട്ടും അതിന്റെ ഒരു ഇന്ത്യയുടെയും ഒക്കെ സാധ്യതയെ പറ്റിയിട്ട് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജിജോ മാഷിന്റെ അവതരണത്തിലേക്ക് പോവുകയാണ്. ജിജോ മാഷെ, ഓവർ ടു യു. ഗുഡ് ഈവനിങ് ടു ഓൾ. എനിക്ക് ലഭിച്ച വിഷയങ്ങൾ 2-3 കാര്യങ്ങളുടെ ഒരു മിശ്രണമാണ്, എങ്കിലും പരിമിതമായ സമയത്ത് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഇതിനെ ഒരു ടെക്നോളജിക്കൽ ഹിസ്റ്ററിയുടെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കണ്ടുകൊണ്ട് വേണമെങ്കിൽ തുടങ്ങാം. പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ഹാർഡ്വെയർ മത്സരം അല്ലെ കോമ്പറ്റീഷനായി മാറിയിരിക്കുന്ന ഒരു ഘട്ടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് ഇതിന്റെ പിന്നണിയിലായിരുന്നു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി നിന്നിരുന്നതെങ്കിൽ ഇന്ന് AI ഒരു ആഗോള പവർ ഡൈനാമിക്സിന്റെ കേന്ദ്രബിന്ദുവായിട്ട് ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിന്റെ ഒരു അടിസ്ഥാന ഘടകങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ ഇതിന്റെ വിതരണ ശൃംഖലകൾ പലപ്പോഴും ചില പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇതിലേക്ക് കാര്യമായി കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും ഇത് തന്നെയാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കോർ സെമി കണ്ടക്ടർ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് സിലിക്കണാണ്. സെമി കണ്ടക്ടർ വേഫറുകളുടെ ഏതാണ്ട് 90% സിലിക്കൺ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത് നമ്മൾ ക്വാഡ്സൈറ്റ് അല്ലെങ്കിൽ സിലിക്ക
മണല് ഖനനം ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഇതിന്റെ ഏതാണ്ട് 70% വിതരണം ചെയ്യുന്നത് ചൈനയും ആഫ്രിക്കയും ആണ്. പ്യുവർ ആയിട്ടുള്ള സിലിക്കോൺ, നമ്മൾ പോളിസിലിക്കോൺ എന്ന് വിളിക്കുന്നതിന്റെ ആഗോള ഉൽപാദന ശേഷിയുടെ ഏതാണ്ട് 12% മാത്രമേ അമേരിക്കയുടെ കൈവശമുള്ളൂ. അമേരിക്കൻ കമ്പനികളുടെ പാറ്റന്റും ഡിസൈനും ഒക്കെ ഉപയോഗിച്ച് തൈവാനിലും മറ്റും ചിപ്പ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കുത്തക പലപ്പോഴും ചൈനയുടെ കൈവശമാണ് എന്ന് നമുക്ക് കാണാം. മറ്റൊരു മെറ്റീരിയൽ ജർമേനിയമാണ്. ഹൈസ്പീഡ് ഇലക്ട്രോണിക്സിനും ഇൻഫ്രാറെഡ് ഓപ്റ്റിക്സ് പോലെയുള്ള മേഖലകളിലൊക്കെ ഉപയോഗിക്കുന്ന ജർമേനിയം സിങ്ക് സംസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൽക്കരിയുടെ ആഷ് സംസ്കരിച്ചൊക്കെ എടുക്കുന്ന ഒരു ഉപോൽപ്പന്നമാണ്. ഏതാണ്ട് ആഗോളതലത്തിൽ 60% ജർമേനിയം ചൈനയാണ് ഉത്പാദിപ്പിക്കുന്നത്. ബാക്കി റഷ്യ, കാനഡ, അമേരിക്ക എന്നിവിടെ നിന്ന് വരുന്നു. ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു മെറ്റീരിയലാണ് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ് ഗാലിയം ആർസനൈഡ്, ഗാലിയം നൈട്രൈഡ് തുടങ്ങിയവ. നമ്മുടെ 5G ചിപ്പുകളിലും റഡാർ പോലെയുള്ള ഹൈ ഫ്രീക്വൻസി ഉപകരണങ്ങളിലും പവർ ഇലക്ട്രോണിക്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽസും നമ്മൾ LED അതുപോലെയുള്ള ഡിവൈസുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് ഒക്കെ സംസ്കരിച്ചിട്ടാണ് ഈ അസംസ്കൃത ഗാലിയം ഉണ്ടാക്കുന്നത്. അതിന്റെ 98% ചൈനയാണ്. മറ്റൊരു മെറ്റീരിയൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, ഫോട്ടോണിക് സർക്യൂട്ട്സ്. നമുക്കറിയാം ഈ നെറ്റ്വർക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ക്ലൗഡ് അല്ലെങ്കിൽ GPU ക്ലസ്റ്ററുകൾക്ക്. അതിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രധാന മെറ്റീരിയൽ ഇൻഡിയം ഫോസ്ഫൈഡ് ആണ്. ഇതിൽ ഇൻഡിയം എന്ന് പറയുന്ന ഒരു അപൂർവ ലോഹമാണ്. അത് പ്രധാനമായിട്ടും ചൈനയും സൗത്ത് കൊറിയയുമാണ് ശുദ്ധീകരിക്കുന്നതിൽ ആധിപത്യം പുലർത്തുന്നത്. ഇത് കൂടാതെ സിലിക്കണിന്റെയും മറ്റ് സെമി കണ്ടക്ടറുകളുടെയും വൈദ്യുത ഗുണങ്ങളിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ബോറോൺ, ഫോസ്ഫറസ് പോലെയുള്ള ഡോപ്പന്റ് മെറ്റീരിയൽസ്, കപ്പാസിറ്ററുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാൻറ്റലം എന്ന് പറയുന്ന മെറ്റീരിയൽ, ഇതൊക്കെ ഏതാണ്ട് 70% ആഫ്രിക്കയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രൊഡക്ഷനിലെ നിയന്ത്രണവും ചൈനയുടെ കയ്യിലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലെ തന്ത്രപരമായിട്ടുള്ള ചില വെല്ലുവിളികളിൽ ഒന്ന് ഇതിന്റെ വിതരണ കേന്ദ്രീകരണം പ്രധാനമായും ജിയോ പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് പലപ്പോഴും വരുന്നത്. പ്രത്യേകിച്ച് സെൻട്രൽ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. ഈ ചൈനയുടെയും മറ്റ് രാജ്യങ്ങളുടെയും കുത്തക അവസാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞ അമേരിക്കൻ സർക്കാർ കൊണ്ടുവന്ന ഒരു ചിപ്സ് ആക്ട് ഉണ്ട്. അത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വിദേശ വിതരണങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഗാലിയം, ജർമേനിയം പോലെയുള്ള നിർണായക സെമി കണ്ടക്ടർ ഇൻപുട്ടുകളിൽ ചൈന ആധിപത്യം പുലർത്തുന്നത് കൊണ്ട് ഈ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന്റെ മെറ്റീരിയൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ അതിന്റെ ആശ്രിതത്വം ആഗോള നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്നത് കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ ഇതില് ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പോൾ നടക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന്റെ ഒരു മുന്നോടി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇപ്പോൾ DeepSeek പോലെയുള്ള സാങ്കേതിക വിദ്യ ഓപ്പൺ സോഴ്സ് ഫോർമാറ്റിൽ തന്നെ ചൈനീസ് കമ്പനികൾ പുറത്തേക്ക് വിട്ടു എന്നുള്ളത്. ഇനി നമുക്ക് ഈ AI-യുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ AI-യിൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളിൽ പലതും പ്രത്യേകിച്ചും AI-യുടെ നിലനിൽപ്പ് ഡാറ്റയിലാണെങ്കിലും അതിന്റെ ഇന്ധനമെന്ന് നമുക്ക് വിളിക്കാവുന്നത് GPUs ആണ്. പ്രധാനമായും NVIDIA H100 അതുപോലെ ഗൂഗിളിന്റെ ഒക്കെ ടെൻസർ പ്രോസസിംഗ് യൂണിറ്റ് പോലെയുള്ള ചിപ്പുകൾ പലതും ഇന്നത്തെ സിസ്റ്റങ്ങളുടെ ബാക്ക് ബോൺ ആണ്. ഉദാഹരണത്തിന് GPT-4ന്റെ ട്രെയിനിങ്ങിന് ഏതാണ്ട് 10,000-ഓളം GPUകളും 50 ഗിഗാവാട്ട് വൈദ്യുതി ആവശ്യമായിട്ട് വന്നു എന്നാണ് അനുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ചിപ്പുകൾ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാണ്ട് 90% വരുന്ന AI ചിപ്പുകളുടെ നിർമ്മാണം നടക്കുന്നത് തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ മധ്യപൂർവ്വ ദേശത്ത് ഹോർമൂസ് കടലിടുക്ക് ഒരു നിയന്ത്രണ പോയിന്റായി മാറുന്നത് പോലെ തൈവാനാണ് ഈ AI ചിപ്സെറ്റുകളുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയാവുന്നത്. അപ്പം ഇതിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് US ചിപ്സ് ആക്ട്. അതേസമയം അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ചൈന ഒരു $150 ബില്യൺ
ഡോളർ വരുന്ന സെമി കണ്ടക്ടർ ഫണ്ട് ഉണ്ടാക്കിയിട്ട് കമ്പനികളെ സ്വന്തം ചിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചൈനീസ് മോഡലുകളായ ഡീപ് സീക്കിന്റെയും ആലിബാബയുടെ ക്വൻ ഒക്കെ ട്രെയിനിങ്ങിന് ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ചിപ്പുകൾ ഏതാണ്ട് ഒരു ഹൈബ്രിഡ് ആണെന്നാണ് കരുതപ്പെടുന്നത്. അതായത് എൻവിഡിയയുടെ ചിപ്പുകൾക്കൊപ്പം തന്നെ അവര് ഹുവായിയുടെ അല്ലെങ്കിൽ വാവയുടെ ചിപ്പുകളും AMDയുടെ ചിപ്പുകളൊക്കെ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് തീർച്ചയായും അമേരിക്ക ചൈനയ്ക്കും അതുപോലെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വിൽക്കുന്ന GPU ചിപ്പുകളുടെ സ്പീഡ് അല്ലെങ്കിൽ അവയുടെ ടെക്നോളജിയും അമേരിക്കയിൽ അതുപോലെയുള്ള രാജ്യങ്ങൾക്കും ലഭിക്കുന്ന ചിപ്പുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്പീഡും അതുപോലെയുള്ള കപ്പാസിറ്റിക്കും ഒക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാം. പ്രത്യേകിച്ചും ഈ 5G AI ചിപ്പുകൾക്ക് നിർമ്മാണത്തിന് ആവശ്യമുള്ള ഗാലിയത്തിന്റെ 70% ചൈനയുടെ കൺട്രോളിലാണ്. എന്ന് മാത്രമല്ല 2023 ഈ ഗാലിയത്തിന്റെ എക്സ്പോർട്ടിൽ ഒരു നിരോധനം അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചൈന വയ്ക്കുക വഴി ഇതൊരു വെപ്പൺ ആയി മാറുക എന്നുള്ളൊരു സ്റ്റേജും കൂടി നമ്മൾ അതിൽ കാണേണ്ടതുണ്ട്. അപ്പം പറഞ്ഞു വന്നതിൻ്റെ ഒരു സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡ് ചിപ്പുകൾ മാത്രം പോരാ, അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ നിയന്ത്രണം കൂടി ആർക്ക് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ന്യൂ ഓയിൽ ഡാറ്റയാണെന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഇനി ഇപ്പോഴത്തെ ന്യൂ ഓയിൽ എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ അവയുടെ വിതരണ ശൃംഖലയിലെ നിയന്ത്രണം കൂടി ഉണ്ടെങ്കിലേ ഈ AI മേഖലയിൽ മേധാവിത്വം ലഭിക്കൂ എന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് ചൈനയുടെ ഒരു തന്ത്രപരമായ ചൂതാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഡീപ് സീക്കിന്റെ ഒരു മോഡല് പുറത്തേക്ക് വരുന്നതും, കൂടാതെ അവയുടെ ബെഞ്ച് മാർക്കിന് അപ്പുറത്ത് അവരത് ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് പല ലെവലിലുള്ള, അതായത് പല പാരാമീറ്റേഴ്സിന്റെ മിശ്രണമായിട്ടുള്ള മോഡലുകൾ, ഡിസ്റ്റിൽ ചെയ്ത മോഡലുകൾ, ഫുൾ മോഡലും ഡിസ്റ്റിൽ ചെയ്ത മോഡലുകളും നമുക്ക് അവർ ഓപ്പൺ സോഴ്സ് ഫോമിൽ ഡൗൺലോഡ് ചെയ്യാനും നമ്മുടെ സ്വന്തം ക്ലസ്റ്ററുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം അവർ ചെയ്തു തന്നതിന് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വേണം നമുക്ക് കാണാനായിട്ട്. ഉദാഹരണത്തിന് ഡീപ് സീക്കിന്റെ 30 ബില്യൺ പാരാമീറ്റർ മോഡല് GPT-4ന്റെ ഏതാണ്ട് പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ 10-1 ചെലവേ അവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ ഇതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, ഇവർ ഉപയോഗിച്ച ചിപ്പുകൾ 7 നാനോമീറ്റർ ചിപ്പുകളാണ്. അതായത് ഒരു ട്രാൻസിസ്റ്ററിന്റെ വലിപ്പം 7 നാനോമീറ്റർ ആയ ചിപ്പുകളാണ് ഉപയോഗിച്ചത് എന്ന് കരുതുന്നു. പക്ഷേ ഇന്റലും അതുപോലെ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അതുപോലെ എൻവിഡിയയുടെ ഒക്കെ ലേറ്റസ്റ്റ് ചിപ്പുകളൊക്കെ 4-3 നാനോമീറ്റർ ചിപ്പുകളിലാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ആ സൈസിലേക്ക് കുറഞ്ഞപ്പോൾ ചൈനയ്ക്ക് കുറച്ചുകൂടി പഴയ ചിപ്പുകൾ ഉപയോഗിച്ച് ഇത് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഒരു വെല്ലുവിളി മറികടക്കാൻ കൂടി ആവണം ഇവര് വളരെ ഫ്രൂഗലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്ത് നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ച പോലെ ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാനായിട്ട് അവർ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡലുമായി വന്നത്. ഇതിന്റെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത്, ഇതിന്റെ ഡീപ് സീക്കിന്റെ ഫ്രെയിംവർക്ക് ഒരു ഓപ്പൺ സോഴ്സ് ആയത് വഴി ഏതാണ്ട് 10,000-ലധികം ചൈനീസ് സ്റ്റാർട്ടപ്പുകളെ ഇത് പ്രവർത്തനക്ഷമമാക്കി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അത് പാശ്ചാത്യ പേറ്റന്റ് ആധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള ചൈനയുടെ ശ്രമമാണെന്നും കരുതപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആഗോള പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒന്ന് AI സാങ്കേതിക വിദ്യയുടെ വികേന്ദ്രീകരണമാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും പോലുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ എൻവിഡിയുടെ അഡ്വാൻസ് GPUകളോ അല്ലെങ്കിൽ ആമസോണിന്റെ ക്ലൗഡൊന്നും ആശ്രയിക്കാതെ തന്നെ ഒരു AI ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാൻ കഴിയും എന്ന് നമുക്ക് ഒരു അവസ്ഥ ഉണ്ടായി. മറ്റൊന്ന് അമേരിക്കയ്ക്ക് ഉണ്ടായ പ്രതിസന്ധിയാണ്. ചിപ്പ് നിരോധനം കർശനമാക്കുക വഴി ലോകത്ത് നടക്കുന്ന വികസനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ വിട്ടുനിൽക്കുക എന്നുള്ള ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ അത്യാവശ്യം സാങ്കേതിക വിദ്യയൊക്കെ ലീക്ക് ചെയ്യാൻ അനുവദിച്ച് എതിരാളികൾക്ക് അല്പം ശാക്തീകരണം നടത്താം എന്നുള്ള ഒരു ഘട്ടം, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ്, അതായത് ഒന്നുകിൽ ചിപ്പുകളെല്ലാം നിരോധിച്ചിട്ട് സ്വന്തമായി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർക്ക് ഡോമിനൻസ് എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അത് ആ ഒരു ഘട്ടത്തിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ സാധ്യതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ മേഖലയിൽ ഒരു ആധിപത്യമൊന്നുമില്ല. നമ്മുടെ തുടക്കം
വളരെ സാവധാനത്തിലായിരുന്നു. എങ്കിലും മൈക്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഏതാണ്ട് $2.25 ബില്യൺ ഒരു പ്ലാന്റ് ഗുജറാത്തിൽ ഈ വർഷം പ്രവർത്തനക്ഷമമാണെന്ന് നമുക്ക് കരുതാം. അതുപോലെ ടാറ്റ ആസാമിൽ ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സെമി കണ്ടക്ടർ മിഷൻ വഴി പരിശീലനം ലഭിച്ച ഏതാണ്ട് 2.5 ലക്ഷത്തോളം എഞ്ചിനീയർമാരെ പുറത്തിറക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം PhD ഫെലോഷിപ്പുകളും ഒക്കെ ഗവൺമെന്റ് കുറച്ച് നാളായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ മേഖലയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ ഫണ്ട് കിട്ടാനോ സ്കോളർഷിപ്പ് കിട്ടാനോ ഒന്നും വലിയ പ്രശ്നമില്ല എന്നുള്ളത് ഈ അടുത്ത കാലത്തുള്ള ഒരു മാറ്റമാണ്. എന്നാൽ നമുക്ക് ചില പ്രതിസന്ധികളുണ്ട്. അതായത് ഏതാണ്ട് ഒരു പ്ലാന്റിന് 100 മെഗാവാട്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള വൈദ്യുതിയും വളരെ പ്യുവർ ആയിട്ടുള്ള ജലവും വേണം. അതായത് ഫാബ്രിക്കേഷൻ ഫെസിലിറ്റികൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നമുള്ളത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെലവിന്റെ ഏതാണ്ട് വേൾഡ് സെമി കണ്ടക്ടർ R&Dയുടെ ഏതാണ്ട് 0.5% താഴെ മാത്രമേ ഇന്ത്യയുടെ റോളുള്ളൂ എന്നുള്ളത് വളരെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വികസിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള വിദേശ പേറ്റന്റുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാങ്കേതിക നവീകരണത്തിനും ഉൽപ്പന്ന വികസനത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഗവേഷണത്തിൽ പിന്നിലാണ് എന്നുള്ള ഒരു കാര്യം നമുക്കൊരു ഡ്രോബാക്ക് ആണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ചെയ്യാവുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് കുറച്ച് വേണ്ട സ്മോൾ ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിക്കുക. അതുവഴി നമുക്ക് ചെറിയ ചെറിയ മേഖലകളിൽ, ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള മേഖലകളിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ചെറിയ മോഡലുകൾ എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അത് ആഗോള വിപണിയിൽ എത്തിക്കാൻ നമ്മുടെ കമ്പനികൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം. ഏതായാലും മറ്റു രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന വഴി മാത്രമേ നമുക്ക് ഇതിനകത്ത് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ആഗോള സഹകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞു വരുന്ന China +1 എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ ഹബ്ബായിട്ട് ഇന്ത്യക്ക് ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ ടെക്നോളജി സൈഡിലും റിസർച്ചിലും വർക്ക് ചെയ്യുന്ന ധാരാളം ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളത് നമുക്കൊരു ഗുണകരമായ കാര്യമാണ്. അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ അത് കൂടാതെ ഇതിന്റെ ഫ്യൂച്ചർ സാങ്കേതിക വിദ്യകളിലൊക്കെ നമുക്ക് അടിസ്ഥാന വികസനവും ഗവേഷണവും നടത്തുക എന്നുള്ളതും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് AI കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നത് അൽഗോരിതങ്ങൾക്ക് അപ്പുറത്ത് ആരാണ് മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ ലേറ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഈ സെമി കണ്ടക്ടർ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എനിക്ക് തന്നിരുന്ന വേറൊരു വിഷയം സ്മോൾ ലാംഗ്വേജ് മോഡലുകൾ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് വരുമോ അല്ലെങ്കിൽ അതോ ഹൈബ്രിഡുകളാണോ വരിക എന്നുള്ളതാണ്. ഇതില് സ്മോൾ ലാംഗ്വേജ് മോഡൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽസിൽ നിന്ന് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അവയിലെ ഏതെങ്കിലും സ്പെസിഫിക് കാര്യം മാത്രം ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് മോഡൽസ് ആണ്. അപ്പൊ ചെറിയ ഡാറ്റയിൽ പരിശീലനം നൽകിയതോ അല്ലെങ്കിൽ വലിയ മോഡൽസ് നിന്ന് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതോ ആവാം ഇവ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 ബില്യൺ പാരാമീറ്റർ ഉള്ള സ്മോൾ ലാംഗ്വേജ് മോഡൽ പരിശീലിപ്പിക്കുന്നതിന് നമുക്ക് ഏതാണ്ട് $2 മില്യൺ ചെലവാകുമ്പോൾ ഒരു Tier 1 ലാർജ് ലാംഗ്വേജ് മോഡൽ ഉദാഹരണം ChatGPT പോലെയുള്ള പരിശീലനം നൽകുന്നതിന് ഒരു $100 മില്യൺ ചെലവാകും എന്ന് കരുതപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മോൾ ലാംഗ്വേജ് മോഡലുകൾ വളരെ ചെലവ് കുറഞ്ഞതും കാര്യക്ഷമമായതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചെറിയ കമ്പനികൾക്കോ ഊർജ ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. കാര്യക്ഷമത പരിഗണിച്ചു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ 5.4 എന്നൊക്കെയുള്ള മോഡൽ ഏതാണ്ട് ChatGPTയുടെ മോഡലിനേക്കാളും മികച്ച ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ മോഡലുകളെ ചെറിയ ഡിവൈസുകളിലൊക്കെ ഡിപ്ലോയ് ചെയ്യാം. എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ വിളിക്കുന്ന മേഖലകളിൽ ഇങ്ങനത്തെ മോഡൽസ് ഉപയോഗിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും വലിയ പ്രയോജനം ചെയ്യും. അതേസമയം ചില മേഖല ഉദാഹരണത്തിന് ഡിഫൻസിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ചില റിയൽ ടൈം ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആവശ്യം വരുന്ന മേഖലകളിൽ നമുക്ക് സ്മോൾ ലാംഗ്വേജ് മോഡൽസ് മാത്രം മതിയാവില്ല. അപ്പോൾ അവിടെ നമുക്ക് രണ്ടും കൂടെ ചേർന്ന്, അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽസിന്റെയും
സ്മോൾ ലാംഗ്വേജ് മോഡൽസിന്റെയും കൂടെ ഒരു മിശ്രണം ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ റീസെന്റ് അല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ വാറിലാണ്. അപ്പൊ അവിടെ ഉക്രൈൻ്റെ ഈ ഡ്രോണുകളും അതുപോലെ ഗൈഡഡ് സിസ്റ്റങ്ങളും ഒക്കെ സ്മോൾ ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് വലിയ ഡാറ്റ പ്രോസസ്സിംഗ് വേണ്ട മേഖലകളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് സ്മോൾ ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിക്കാം. എന്നാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രോബ്ലം സോൾവിംഗ് പോലെയുള്ള വലിയ ജോലികൾക്ക് തീർച്ചയായും സ്മോൾ ലാംഗ്വേജ് മോഡൽസ് ചിലപ്പോൾ മതിയാവാതെ വരും. അപ്പം അങ്ങനത്തെ ഘട്ടത്തിൽ നമുക്ക് ലാർജ് ലാംഗ്വേജ് മോഡൽസും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ചെലവ്, കാര്യക്ഷമത, നമ്മുടെ സ്കെയില്, ഇങ്ങനത്തെ പല കാര്യങ്ങളും അനുസരിച്ചാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം സ്മോൾ ലാംഗ്വേജ് മോഡൽസും അതുപോലെ ഡീപ് സീക്ക് പോലെയുള്ള മോഡൽസിന്റെ എഫിഷ്യൻസി ഉപയോഗിച്ചിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസും ഇനി നമുക്ക് സമീപഭാവിയിൽ കണ്ടേക്കാം. അതേപോലെ തന്നെ AI ഏജൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ കൂടി ഇപ്പോൾ കാര്യമായി സംസാരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് കാര്യക്ഷമത കൂടിയതും ചെലവ് കുറഞ്ഞതുമായുള്ള സ്മോൾ ലാംഗ്വേജ് മോഡൽസും ഗ്ലോബൽ സിസ്റ്റങ്ങൾക്ക്, അതായത് വലിയ വലിയ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി കേന്ദ്രീകൃതമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസും ഉപയോഗിക്കുന്ന ഒരു ഭാവി ആയിരിക്കാം മിക്കവാറും നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ഹൈബ്രിഡ് അപ്രോച്ച് ആയിരിക്കാം ഭാവിയിൽ നമ്മൾ ഈ മേഖലയിൽ കാണുക എന്ന് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തന്നത്. ഏതാണ്ട് പറഞ്ഞൊപ്പിച്ചു എന്ന് കരുതുന്നു. താങ്ക് യു. ഓക്കെ പക്ഷേ പറഞ്ഞൊപ്പിക്കുകയായിരുന്നില്ല, നന്നായിട്ട് തന്നെ ആ ഒരു പോസിബിലിറ്റീസിന്റെ അതിന്റെ സാധ്യതകളെയും അതിന്റെ പരിമിതികളെയും പറ്റി സംസാരിക്കേണ്ടായി. എനിക്ക് തോന്നുന്നു തുടർന്ന് വരുന്ന ഇതിന്റെ പ്രതികരണങ്ങളുടെ ഭാഗം എത്തുമ്പോൾ ഈ കേരള ഗവൺമെന്റ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ നിർമ്മിത ബുദ്ധിക്ക് കുറച്ച് വരുമാനം മാറ്റിവെച്ചിട്ടുണ്ട്, ഒരു പൈസ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധ്യതയോ അല്ലെങ്കിൽ അതിന്റെ സാധ്യത കുറവോ അങ്ങനെയുള്ളതിനെ പറ്റി കൂടി ഒന്ന് സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് മാഷൊന്ന് കൂട്ടിച്ചേർത്താൽ മതി. അടുത്ത ഒരു അവതരണം കൂടിയുണ്ട്, അത് ദീപക്കാണ് എടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പൊതുവായി സാങ്കേതിക മേഖലയുടെ രാഷ്ട്രീയത്തിനെ പറ്റിയും അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതിലെ സാധ്യതകളും പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ അതിനെ പറ്റിയുള്ള ഒരു അവതരണം നടത്തുന്നതിന് വേണ്ടി ദീപക്കിനെ ക്ഷണിക്കുകയാണ്. താങ്ക്സ് അരുൺ. കേൾക്കാമല്ലോ അല്ലെ? അപ്പം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പലരും മുഖേന. പക്ഷെ ഞാൻ അതിന്റെ ഈ രാഷ്ട്രീയവും അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാൻ കരുതുന്നു. അപ്പം നമ്മൾ 2025 ഫെബ്രുവരി 10 ഇന്നത്തെ തീയതി. ഏകദേശം 20 ദിവസം മാത്രം പിന്നിലോട്ട് പോയാൽ അവിടെ ട്രംപിന്റെ സ്ഥാനാരോഹണം ഉണ്ടായിരുന്നു. ട്രംപിന്റെ സ്ഥാനാരോഹണത്തിനോടൊപ്പം തന്നെ അന്നേ ദിവസം പത്രങ്ങളിൽ വന്ന ഒരു ചിത്രമുണ്ട്, നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്ന് മാർക്ക് സക്കർബർഗ്, പിന്നെ അതിനുശേഷം വേറെ ഏതൊരു ജേർണലിസ്റ്റ്, പിന്നെ അതിനുശേഷം ജെഫ് ബിസോസ്, അതിനുശേഷം സുന്ദർ പിച്ചൈ, അതിനുശേഷം ഇലോൺ മസ്ക്. ഇവരെല്ലാവരും ഇങ്ങനെ അണിനിരക്കുകയാണ് ട്രംപിന്റെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയവും സാങ്കേതിക രംഗത്തെ മുതലാളിത്തവും തമ്മിലുള്ള ബാന്ധവം ഏറ്റവും പ്രകടമായി മുന്നിലേക്ക് വന്നത് ഏകദേശം 20 ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മളിപ്പോ ഇന്ന് സംസാരിക്കുന്ന ഈ ഒരു സംഭവവികാസം വരുന്നത്. അത് ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ അവതരണമാണ്. അപ്പൊ ആ ഡീപ് സീക്ക് എന്ന് പറയുന്ന വന്നതോടുകൂടി നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ ഈ NVIDIAയുടെ ഓഹരി വല്ലാണ്ട് കൂപ്പുകുത്തുകയുണ്ടായി. അതുകൂടാതെ മറ്റ് സാങ്കേതിക ഓഹരികൾ, ബിഗ് ടെക് എന്ന് നമ്മൾ വിളിക്കുന്ന സാങ്കേതിക ഓഹരി. ബിഗ് ടെക് എന്ന് പറയുമ്പോൾ പലർക്കും വാക്ക് പരിചിതമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് പലരും പല രീതിയിൽ അബ്രിവേറ്റ് ചെയ്യാറുണ്ട്. ഒരു അബ്രിവേഷൻ ഞാൻ കണ്ടിട്ടുള്ളത് FANG എന്നുള്ളതാണ്, FAANG. അത് ഫേസ്ബുക്ക്, ആമസോൺ, പിന്നെ രണ്ടാമത്തെ എന്താണ് മറന്നുപോയി, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ എന്നൊക്കെയുള്ള ഒരു ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഈ FANG എന്ന് പറയുന്നതിന് ഇംഗ്ലീഷില് ഈ സർപ്പത്തിന്റെ നാവ് എന്നുള്ള ഒരു അർത്ഥം വരും. അത്രത്തോളം വിഷലിപ്തമാണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു ആ കോയിനേജ് ഉപയോഗിച്ചാണ്. അപ്പം ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന സംഗതി വന്നു. അപ്പൊ ഡീപ് സീക്കിനെ കുറിച്ച് അതിന്റെ സാങ്കേതിക സവിശേഷതകളെ കുറിച്ചും മറ്റുമൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഉള്ള മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വായിക്കുകയുണ്ടായി.
പക്ഷെ ഡീപ് സീക്കും ചാറ്റ് ജി പി ടിയും രണ്ടും വന്നത് ഒരുപക്ഷെ ഒരു ഇടിമുഴക്കത്തോടു കൂടിയാണെന്ന് പറയാം. ചാറ്റ് ജി പി ടി നവംബർ 2022 അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇതേപോലെ ഒരു വലിയൊരു ആവേശോജ്വലമായ വരവേൽപ്പ് മാധ്യമരംഗത്ത് നിന്ന് അതിന് ലഭിക്കുകയുണ്ടായി. അപ്പൊ ചാറ്റ് ജി പി ടി എന്താണ് ചെയ്തത് എന്ന് നോക്കിയാലും ചാറ്റ് ജി പി ടി ഇതുവരെ പൊതുമണ്ഡലത്തിൽ ലഭ്യമല്ലാതിരുന്ന ഒരു സാങ്കേതിക വിദ്യ, അത് ജനറേറ്റീവ് AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ, അത് ഏറ്റവും ആദ്യം പൊതുമണ്ഡലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത്. അപ്പൊ ആ സാങ്കേതിക വിദ്യ അതിനു മുമ്പേ തന്നെ നിലവിലുണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് പടർന്നു കിടന്നിരുന്ന ഒരു സംഗതിയാണ്. അത് ഏറ്റവും ആദ്യം പൊതുസമക്ഷം എത്തിക്കുക, പൊതുവിൽ ആളുകളുടെ ഉപയോക്തമാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചാറ്റ് ജി പി ടി ചെയ്തത്. ചാറ്റ് ജി പി ടി വന്നതിന് ശേഷം ഏതാണ്ട് 4 മാസം കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കോ ഗൂഗിളോ ഒക്കെ അവരുടേതായിട്ടുള്ള ഇതുപോലുള്ള സമാനമായ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇത് ചാറ്റ് ജി പി ടി ഉണ്ടാക്കിയ ഓപ്പൺ എഐയുടെ ഒരു വലിയൊരു സാങ്കേതിക മുന്നേറ്റമല്ല. ഇതേ സംഗതി മറ്റ് പല കമ്പനികൾക്കും ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതവർ അതുവരെ ചെയ്തിരുന്നില്ല എന്നുള്ളൂ. അതിന് ഒരുപക്ഷെ ഗൂഗിളിന്റെ വിവരസേവന രംഗത്തെ കുത്തകയും മറ്റുമൊക്കെ ഒരുപക്ഷെ കാരണമായേക്കാം. ഗൂഗിളിനൊന്നും അങ്ങനെ നേരിടാൻ പറ്റില്ല എന്നുള്ള. അപ്പൊ ഓപ്പൺ എഐ വന്നു. ഓപ്പൺ എഐ പിന്നെ അതിനുശേഷം ഈ ഫാങ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ മറ്റൊരു ആളായിട്ട് അവിടെ മാറുകയാണ് ചെയ്തത്. അവർ മൈക്രോസോഫ്റ്റുമായിട്ട് വലിയൊരു ബന്ധം പിന്നീട് ഉടലെടുക്കെ ഉണ്ടായി. അതിനുശേഷം സാം ആൾട്ട്മാനെ പുറത്താക്കി, പിന്നെ തിരിച്ചെടുത്തു, പല കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പൊ ചാറ്റ് ജി പി ടി വന്നതുപോലെ അതേപോലെ ഒരു ഇടിമുഴക്കത്തിലൂടെയാണ് ഡീപ് സീക്ക് വന്നത്. പക്ഷെ ഡീപ് സീക്ക് ഒരു പുതിയ സാങ്കേതിക വിദ്യ എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കില്ല. ചാറ്റ് ജി പി ടിയെ പോലെ അല്ല ആ അർത്ഥത്തിൽ. ഡീപ് സീക്ക് ഇങ്ങനെ ചാറ്റ് ജി പി ടിക്ക് ശേഷം തുടർന്ന് വന്ന നിരവധിയായിട്ടുള്ള ലാംഗ്വേജ് മോഡലുകളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഡീപ് സീക്ക്. അപ്പൊ ഡീപ് സീക്ക് എന്ന് പറയുന്നത് എന്നതിൽ കുറച്ച് എന്താ പറയാ ഈ ട്രെയിനിങ്ങിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് കുറവാണ് എന്നൊക്കെയുള്ള സാങ്കേതികമായിട്ടുള്ള ചെറിയ മുന്നേറ്റങ്ങളുണ്ട്. അത് ഈ വന്നിട്ടുള്ള എല്ലാ മോഡലുകൾക്കും അവരുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. പക്ഷെ ഇവിടെ ഡീപ് സീക്കിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ സാങ്കേതിക വിദ്യയല്ല, അതിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു ഇടിമുഴക്കം ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ഈ രാഷ്ട്രീയം മനസ്സിലാക്കാനായിട്ട് ഇതിന്റെ ഒരു കുറച്ചുകൂടി ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഈ സാങ്കേതിക വിദ്യാ രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിഗ് ടെക് എന്ന് പറയുന്ന കമ്പനികളെ വേരുറപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ ഒരു 25 വർഷത്തോളമായിട്ട് ഗൂഗിൾ ഒരു വലിയൊരു മോണോപ്പോളിയാണ് അവരുടെ സ്പേസിൽ. സോഷ്യൽ മീഡിയ രംഗത്ത് ഗൂഗിളിന്റെ ഒരു ഓർക്കുട്ട് എന്ന് പറയുന്ന ഒരു സംഗതി 2007 വരെ ഇന്ത്യ, ബ്രസീൽ മുതലായ ചില രാജ്യങ്ങളിലും മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഏതാണ്ട് 10-15 വർഷമായിട്ട് ഫേസ്ബുക്ക് ഒരു മോണോപ്പൊളിയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ അധീനതയിലുള്ള ഈ മറ്റ് സമൂഹ മാധ്യമങ്ങൾ, ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സാപ്പ് അതിന്റെ രംഗത്ത് ഒരു മോണോപ്പൊളിയാണ്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കുത്തകവൽക്കരിച്ചിരിക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വിവരസേവനം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബിഗ് ടെക് എന്ന് പറയുന്ന കമ്പനികളുടെ ഉപഭോക്താവാകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. ആ അവസ്ഥ എന്ന് പറയുന്നത് അസ്വാഭാവികമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഇതൊരു ഫ്രീ മാർക്കറ്റ് ആണെന്നാണ് ഇവരൊക്കെ പറയുക. പക്ഷെ അതേസമയം നമ്മളിപ്പോ കേരളത്തില് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ KSEBിയുടെ ഉപഭോക്താവാണ്. അതുപോലെ തന്നെ വിവരസേവനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ഗൂഗിളിന്റെ ഉപഭോക്താവായി മാറുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. ആ അവസ്ഥ വലിയ വലിയ പ്രശ്നമുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ നമ്മൾ പൊതുവിൽ എല്ലാവരിലേക്കും ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ച് പറയും, അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഇന്റർനെറ്റ് എത്തിക്കുന്നതിനെ കുറിച്ച് പറയും. എല്ലാവരിലേക്കും ഇന്റർനെറ്റ് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഭവിക്കുന്നത് പലപ്പോഴും ഗൂഗിളാണ്. ഗൂഗിളിന് അത്രത്തോളം കൂടുതൽ ഉപയോക്താക്കളെ കിട്ടുകയാണ്. എല്ലാവരിലേക്കും ഇന്റർനെറ്റ് എത്തിക്കരുതെന്നല്ല ഞാൻ എത്തിക്കുന്നതിന്റെ ഒരു വശം കൂടി പറഞ്ഞാണ്. ഈ ഒരു കുത്തകവൽക്കരണത്തിലൂടെ വരുന്നൊരു വശമാണ്. നമ്മൾ ഒരു കാലത്ത് ഓർക്കുന്നുണ്ടാവും, കേരളത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഈ ഗൂഗിളാണ് റെയിൽവേ സ്റ്റേഷനിലുള്ള വൈഫൈ തന്നിരുന്നത്. എന്തിനാന്ന് വെച്ചാൽ അതവര് പലരും അവതരിപ്പിച്ചിരുന്നത് എല്ലാവരിലേക്കും ഇന്റർനെറ്റ് എത്തിക്കുക എന്നുള്ള വലിയ മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഗൂഗിൾ ഒരു വലിയ സംഭാവന ചെയ്തു എന്നുള്ളതാണ്. ഗൂഗിളിന് കൂടുതൽ ഉപഭോക്താക്കളെ കിട്ടുക. ആ ഉപഭോക്താക്കളുടെ അറ്റൻഷനിലൂടെയാണ് അവരുടെ ശ്രദ്ധ എടുത്ത് പരസ്യങ്ങളിലൂടെയാണ് അവര് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു കുത്തകവൽക്കരണത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ അമേരിക്ക ഈ കുത്തകവൽക്കരണത്തിന് ചെറുത്ത് നിൽക്കുന്ന ചെറിയ ചെറിയ കമ്പനികൾക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്കൈപ്പ് എന്ന് പറയുന്ന കമ്പനി എസ്റ്റോണിയൻ കമ്പനിയാണ്. പക്ഷെ ഈ സ്കൈപ്പിനെ മൈക്രോസോഫ്റ്റ് മേടിച്ചു.
ഡീപ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ചെറിയ കമ്പനി, 15, 20, 30 പേരെങ്ങാണ്ടുള്ള ചെറിയ കമ്പനി, ലണ്ടൻ ബേസ്ഡ് കമ്പനി. അത് ഒന്ന് വളർന്നു അപ്പോഴത്തേക്കും ഗൂഗിൾ അതിനെ വാങ്ങി. അപ്പൊ ഇങ്ങനെ ഈ വലിയ സ്രാവുകളായിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ സ്റ്റാർട്ടപ്പുകളുടെ മേഖലയിലും മറ്റുമൊക്കെ ഉള്ള സ്റ്റാർട്ടപ്പിന്റെ സിഇഒസിന്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കമ്പനികൾ ഏതെങ്കിലും ഒരു ഇതുപോലുള്ള ഏതെങ്കിലും ബിഗ് ടെക് സ്ഥാപനം വാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടാവും. ആ രീതിയിലാണ് അതിന്റെ ഒരു പ്രവർത്തനമൊക്കെ. ഞാൻ ആ മേഖലയായിട്ട് കുറച്ച് അറിവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് അങ്ങനെ ആവണമെന്നില്ല, പൂർണ്ണമായിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ചൈനയിൽ നിന്ന് വരുന്നു. അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണ് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട്, ജിയോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് നോക്കുമ്പോൾ. പിന്നെ മറ്റൊരു സംഗതി ഇത് ചെയ്യുന്നത് ഈ ഓപ്പൺ സോഴ്സിനെ കുറിച്ച് മറ്റു പലരും സൂചിപ്പിക്കുകയുണ്ടായി. ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ രംഗത്തുള്ള ഒരു പ്രധാന ഒരു സവിശേഷമായ ഒരു കോൺഫിഗറേഷൻ ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഒരു ബൈക്കോ മറ്റോ മേടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാങ്കേതിക ഉൽപ്പന്നം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റൂല. ഒരു ബൈക്ക് മേടിച്ചാൽ ഒരു ബൈക്കേ ഉള്ളൂ, നമുക്ക് അതിനെ കോപ്പി ചെയ്ത് രണ്ടാമത്തെ ബൈക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷെ അതേസമയം ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സംഗതിയെ യഥേഷ്ടം കോപ്പി ചെയ്യാം. അങ്ങനെ ഒരു അതിലുള്ള ഒരു വിധ്വംസക ശേഷിയുണ്ട്. ആ വിധ്വംസക ശേഷി ഉപയോഗിക്കുന്ന രീതിയിൽ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ സംസാരിച്ച സുനിൽ മാഷ് 2009 കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട സെന്ററിന്റെ ഡയറക്ടറാണ്. അപ്പൊ ഈ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് കമ്മ്യൂണിറ്റിയിലൂടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, ഈ സോഫ്റ്റ്വെയർ യഥേഷ്ടം ആർക്കും കോപ്പി ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളതിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഈ സോഫ്റ്റ്വെയർ രംഗത്ത് ഈ ഓപ്പൺ സോഴ്സ് ആയിട്ട് വന്നിട്ടുള്ള പ്രോജക്റ്റുകളെ എല്ലാം തന്നെ കമ്പനികൾ വിഴുങ്ങുന്ന മറ്റൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് IBMന്റെ കീഴിലാണ് പല ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകളും ഇന്നുള്ളത്. അപ്പൊ ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന AI വരുമ്പോൾ അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. AI-യിൽ AI-യുടെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ കോഡിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല. അതില് ഡേറ്റയുണ്ട്, അത് ട്രെയിൻ ചെയ്ത രീതിയുണ്ട്, ട്രെയിൻ ചെയ്ത് കിട്ടുന്ന ഇതുണ്ട്. അപ്പൊ 3 തലം ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ കണക്കാക്കാം. ഒന്ന് വെയിറ്റ്സ് എന്ന് പറയുന്ന സംഗതി, അതാണ് നേരത്തെ സുനിൽ മാഷൊക്കെ സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ ആ വെയിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എടുത്ത് ഉപയോഗിക്കാം. പക്ഷെ അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷെ അത് എടുത്ത് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെ ട്രെയിൻ ചെയ്തു എന്നുള്ളതിന്റെ വിവരങ്ങളാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ഡേറ്റ, അതിന്റെ ലഭ്യതയാണ്. ഈ 3 ഘട്ടങ്ങളിൽ ലഭ്യമായാൽ മാത്രമേ സമ്പൂർണമായ അർത്ഥത്തിൽ ഓപ്പൺ സോഴ്സ് ആകുന്നുള്ളൂ. അപ്പം ഡീപ് സീക്കിനെ കുറിച്ച് നമ്മൾ ഓപ്പൺ സോഴ്സ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ വെയിറ്റ്സ് ലഭ്യമാണ്, പക്ഷെ ട്രെയിൻ ചെയ്തതിന്റെ രൂപരേഖ ലഭ്യമാണ്, ട്രെയിൻ ചെയ്ത കോഡ് ലഭ്യമല്ല. അപ്പം ഇനിയും പോകാനുണ്ടെന്ന് പറയാം. എന്ന് വെച്ചാൽ എന്തൊക്കെ ഡേറ്റ ഉപയോഗിച്ചു എന്നുള്ളത് അവരൊന്നും പുറത്തു വിട്ടിട്ടില്ല. അത് ഒരു കമ്പനികളും പുറത്തുവിട്ടിട്ടില്ല. ഇതിനു മുമ്പ് ലാമ എന്ന് പറയുന്ന ഫേസ്ബുക്കിന്റെ ലാർജ് ലാംഗ്വേജ് മോഡൽ ഓപ്പൺ സോഴ്സ് ആക്കിയെങ്കിൽ പോലും അവരും ഡേറ്റ പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ ഇവിടെ മറ്റൊരു സംഗതി, ഈ ഊർജ്ജ രംഗത്തെ ഊർജ്ജ ഉപഭോഗം വളരെ കുറവാണ് എന്ന് പറയുന്നുണ്ട് ഡീപ് സീക്ക്. അത് ആ രീതിയിൽ വളരെ ശരിയുമാണ്. ഏകദേശം 10-1 മാത്രം ഊർജ്ജമാണ് ഡീപ് സീക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വായനകളിലും ഞാൻ അടുത്തിടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഗതി ജെബോൺസ് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ജെബോൺസ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ജെബോൺ എന്നാണെന്ന് തോന്നുന്നു, പറയുന്നതിൽ തെറ്റുണ്ട്, ക്ഷമിക്കുക. അദ്ദേഹം 18-ാം നൂറ്റാണ്ടിലുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. അന്നേരം ഈ കൽക്കരിയുടെ ഉപയോഗം ഇംഗ്ലണ്ടിൽ വല്ലാണ്ട് വർദ്ധിച്ചു വരുന്ന, ഈ കൽക്കരിയുടെ ഉപയോഗം വളരെ നല്ല എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ ഇംഗ്ലണ്ടിൽ ലഭ്യമാകുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു എന്ന് വെച്ചാൽ കൽക്കരി ഒരു 2-3% മാത്രം കാര്യക്ഷമതയിൽ നിന്ന് വലിയ കാര്യക്ഷമതയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജെബോൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കാര്യക്ഷമത വർദ്ധിക്കുമ്പോൾ ഒരുപാട് പേര് അതിലേക്ക് ഇറങ്ങുകയും ആ കാര്യക്ഷമതയിലൂടെ ലഭിച്ച ലാഭം എന്ന് വെച്ചാൽ ഊർജ്ജ ലാഭം എന്നുള്ളത് തീർത്തും ഇല്ലാതാവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടെ ഉപയോഗിച്ച് ഒരുപക്ഷെ നേരത്തെ ഒരു ബിഫോർ ആഫ്റ്റർ ഇതെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഊർജ്ജ ഉപഭോഗത്തിനേക്കാൾ കൂടുതലായിരിക്കും, വർദ്ധിച്ച ഉപഭോഗമായിരിക്കും പിന്നീട് സംഭവിക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. പക്ഷെ ഇതിനുശേഷം ജെബോണിന് ശേഷം വന്നിട്ടുള്ള ഇപ്പം മാർക്സിനെ പോലുള്ളവർ ഇതിനെ മറ്റു രീതിയിലും പല രീതിയിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും മുതലാളിത്തം എന്ന് പറയുന്ന ഉൽപാദന രീതി
ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്, ലഭ്യമാക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെ AI എന്ന് പറയുന്നത് ഡീപ് സീക്കിലൂടെ ഊർജ്ജ ലഭ്യത കുറയുന്നു എന്ന് പറയുമ്പോൾ AI കൂടുതൽ പടർന്നു കയറാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് പടർന്നു കയറാൻ ഒരു അവസരമായിട്ട് കൂടി അത് ഉപയോഗിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഒരു ആവശ്യവുമില്ലാത്ത കുറെ കമ്പ്യൂട്ടേഷൻ നടത്തുന്ന കുറെ സർവീസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു സംഗതി ഈ ഓട്ടോ കംപ്ലീഷൻ ആണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഓട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അതിപ്പോ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോ കംപ്ലീഷനിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏകാഗ്രതയോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ടൈപ്പ് ചെയ്യാന്നുള്ളതിലല്ല, അത് എങ്ങനെയെങ്കിലും ഓട്ടോ കംപ്ലീറ്റ് ചെയ്ത് അവര് എൻഗേജ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. ഇതൊരു ആവശ്യമില്ലാത്ത സംഗതിയാണ്. നമുക്കൊരു പക്ഷെ ഒരു വാക്ക് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരൊന്നും അല്ലല്ലോ ഗൂഗിളിലേക്ക് പോവുകയും ടൈപ്പ് ചെയ്ത് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഇങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടേഷൻ ചെയ്യുക എന്നുള്ളൊരു സംഗതി ഈ ലോകത്ത് വല്ലാണ്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ അപ്പൊ ഈ ഓട്ടോ കംപ്ലീഷൻ ഇല്ലാത്തൊരു സെർച്ച് ബോക്സ് നമുക്ക് എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഔട്ട്ലുക്കിലൊന്നും ഓട്ടോ കംപ്ലീഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അത് പക്ഷെ ഇതിന്റെ ഓട്ടോ കംപ്ലീഷൻ ഇല്ലാത്ത നമ്മൾ അത് അത്ര മതിയല്ലോ. പക്ഷെ അത് മതി എന്ന് ചിന്തിക്കാനുള്ളൂ, മതി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എത്തിക്കാത്ത രീതിയിൽ എല്ലായിടത്തും ഓട്ടോ കംപ്ലീഷൻ പടർന്നു കയറി കഴിഞ്ഞു. അങ്ങനെ പടർന്നു കയറാൻ ഒരു സാധ്യത ഒരുപക്ഷെ ഈ സംഭവവികാസം ഉണ്ടാക്കിയേക്കാം. പക്ഷെ പെട്ടെന്ന് തന്നെ നിർത്താം. 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട്, അപ്പം നമ്മൾ ഈ AI എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാ പറയുക, എന്താ സിന്തറ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന, മലയാളത്തില് നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കും. പക്ഷെ അതേസമയം AI എന്ന് പറയുന്ന മറ്റൊരു രീതിയിൽ നോക്കിയാൽ അതൊരു ഓട്ടോമേഷൻ ടെക്നോളജിയാണ്, ഒരു യന്ത്രവൽക്കരണ സാങ്കേതിക വിദ്യയാണ്. യന്ത്രവൽക്കരണം എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി ഹ്യൂമൻ ലേബറിനെ ഈ നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യുക. ഈ ഹ്യൂമൻ ലേബറിനെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ AI ഓരോ വികാസവും കൂടുതൽ ആളുകളുടെ ജോലിയെ ബാധിക്കുന്ന രീതിയിലും പറ്റുമൊക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ChatGPT വന്നതിന് ശേഷം കുറെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പോലും എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടു തുടങ്ങി. അയ്യോ, ഈ കോഡൊക്കെ എഴുതുന്ന സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോകുമോ എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അപ്പൊ AI വല്ലാണ്ട് വർദ്ധിക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വല്ലാണ്ട് വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. പക്ഷെ അതേസമയം ഇത്രയും കാലത്തെ നേരത്തെ പറഞ്ഞ പശ്ചാത്തലം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈ ബിഗ് ടെക്കിന്റെ പശ്ചാത്തലം, ഒരു ലോകത്തുള്ള 100-200 അല്ല 700 കോടിയോളം ജനങ്ങളുണ്ട്. അതിൽ കുറെ പേര് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരു ഭൂരിഭാഗം ജനങ്ങളുടെയും വിവര സേവനങ്ങളുടെ കുത്തക ഏതാണ്ട് 4-5 കമ്പനികൾ മാത്രം, അമേരിക്കയിലുള്ള പ്രധാനമായിട്ട് സിലിക്കൺ വാലിയിലുള്ള 4-5 കമ്പനികൾ മാത്രം കൈയാളുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഒരു സിസ്റ്റത്തിനൊരു ഷോക്ക് നൽകാനായിട്ട് ഈ ഡീപ് സീക്കിന്റെ വരവിന് സാധിച്ചു എന്നുള്ളത് വളരെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് AI ഒരു ബ്രൂട്ട് ഫോഴ്സും മറ്റുമൊക്കെ ഇതിലൂടെ വരുന്നുണ്ടെങ്കിൽ പോലും, അതിലൂടെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെങ്കിൽ പോലും ഈ കോർപ്പറേറ്റ് ഡോമിനൻസ്, ബിഗ് ടെക്കിന്റെ ഡോമിനൻസിനെ തകർക്കാൻ കെൽപ്പുള്ള ഒരു സംഭവവികാസം ഇത് ഒരെണ്ണത്തിൽ തീരില്ല. ഇനി നിരവധിയായിട്ടുള്ള ഇത്തരം സംഭവവികാസങ്ങൾ വരേണ്ടതുണ്ട്. അപ്പൊ ഇവർ ചെയ്തതിൽ കുറെ കാര്യങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അത് മെച്ചമാണോ, അല്ലെങ്കിൽ അവര് ചില ചൈനീസ് സർക്കാരിന്റെ രീതിയിലുള്ള കുറച്ച് സെൻസറിങ് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ ഇതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഗതി വരാനായിട്ട് കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കത്തേ ഉള്ളൂ. ഈ ഒരു ബിഗ് ടെക്കിന്റെ ഡോമിനൻസ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ അതിലേക്ക് ആ ഒരു ചിന്തയിലേക്ക് ഊർജം പകരുന്ന ഒരു രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് ഡീപ് സീക്ക്. അങ്ങനെ തന്നെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡീപ് സീക്കിനെ ഒരു ആശാവഹമായ ഒരു സംഭവവികാസമായിട്ട് കാണുകയും ഇതുപോലെ നിരവധി ആയിട്ടുള്ള സംഭവവികാസങ്ങൾ ഇനിയുള്ള വർഷങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കേണ്ടതും ഉണ്ട് എന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഇപ്പോഴത്തേക്ക് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ദീപക്. ഡീപ് സീക്കിന്റെ ഒരു രാഷ്ട്രീയ സാധ്യത അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു മുന്നോട്ട് പോക്കിന്റെ ഒരു സൂചന തന്നെ തരുന്നതിൽ ദീപക് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോൾ പ്രസന്റ് ചെയ്ത 4 അവതാരകരും അവർക്ക് ഓരോ 5 മിനിറ്റ് വീതം കൂടി നൽകുന്നുണ്ട്. ഈ 5 മിനിറ്റിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചാറ്റിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവർ അതിനും കൂടെ ആൻസർ തരും. അപ്പോ
ആദ്യം നമുക്ക് സുനിൽ മാഷിൽ നിന്ന് തന്നെ തുടങ്ങാം. സുനിൽ മാഷ് ഈ ചാറ്റ് ബോക്സിൽ താങ്കൾക്ക് സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ചോദ്യങ്ങളും പിന്നെ അത് അല്ലാതെ ഈ ചർച്ചകൾ പൊതുവെ കേട്ടതിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങളെയും ഒരു 5 മിനിറ്റ് കൊണ്ട് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഉമ്മയ്ക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ആൻസർ പറയാനുണ്ടോ? സംസാരിക്കണേ. ഇതില് ഓലാമയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് മാഷ് ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഓലാമ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രെയിം വർക്ക് ആണ്. ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് ഓലാമ എന്ന് പറയുന്നത്. പിന്നെ ഏജന്റിക് AI ഇപ്പൊ ലാസ്റ്റ് ഇയർ റാഗും ജനറേറ്റീവ് AI ഒക്കെ ഒരുപാട് എല്ലാ ഇൻഡസ്ട്രീസിലും ഒരുപാട് ഉപയോഗിച്ചു. ദിസ് ഇയർ മോർ ഓൺ ഏജന്റിക് AI. അത് ഇതുപോലെ തന്നെ ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു AI ടെക്നോളജിയാണ്. നമ്മളൊക്കെ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പം ഇനി ഫ്യൂച്ചറിൽ ശരിക്കും സാസ് ഒക്കെ അത് റീപ്ലേസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം അതും ഇതുപോലെ തന്നെ ഓരോ കുറെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI സിസ്റ്റം ആണ്. പിന്നെ പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. നാനോ ടെക്നോളജി ഐ എം അൺഎബിൾ ടു ആൻസർ. ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. പിന്നെയൊക്കെ മാഷ് ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് എന്തിനെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഇമേജ് സെഗ്മെന്റേഷൻ ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ യെസ് വി ക്യാൻ യൂസ് ദാറ്റ്. ഇപ്പോ ഇതെല്ലാം മൾട്ടി മോഡൽ കേപ്പബിലിറ്റീസ് ഉള്ളതാണ്, ഇൻക്ലൂഡിങ് ഇപ്പൊ ഡീപ് സീക്ക് ആണെങ്കിലും യെസ് ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ പോസിബിൾ ആണ്. യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ യൂസ് ഫോർ ദാറ്റ് LLM, നോട്ട് ജസ്റ്റ് ഫോർ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഓക്കെ, താങ്ക് യു. ജിജോ മാഷ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇതില് ചില ചോദ്യങ്ങൾ വളരെ ബേസിക് ആണ്. എന്താണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് പോലെയുള്ള ചോദ്യങ്ങൾ. അതില് ഇതിനെപ്പറ്റി കാര്യമായി അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ബ്രീഫായിട്ട് പറയാം. AI എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പഴക്കമുള്ള ഒരു ഫീൽഡാണ്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടായ കാലഘട്ടത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്ന ആശയമാണ് AI എന്ന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. പക്ഷേ അത് വികസിക്കാനായി നമുക്ക് വളരെയധികം കാത്തിരിക്കേണ്ടി വന്നു. കാരണം അവരന്ന് വിഭാവനം ചെയ്ത പല കാര്യങ്ങളും നടപ്പാക്കാൻ ആവശ്യമുള്ള ഹാർഡ്വെയർ ഇല്ലായിരുന്നു. അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഇല്ലായിരുന്നു. രണ്ടാമത് ബെറ്റർ അൽഗോരിതംസ്, അല്ലെങ്കിൽ എങ്ങനെ ഇത് കമ്പ്യൂട്ടറുകൾക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ അവയെ പ്രോഗ്രാം ചെയ്യുമെന്നുള്ള ഒരു അറിവ് അന്നത്തെ കാലത്തില്ലായിരുന്നു. അതിനപ്പുറത്ത് AI മെഷീൻസ്, പ്രത്യേകിച്ചും മെഷീൻ ലേണിങ്ങിലൊക്കെ ചെയ്യുന്നത് ഡാറ്റയിൽ നിന്നും പഠിക്കുകയാണ്. അതായത് അറിവുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നതിനപ്പുറത്ത് ഡാറ്റ കണ്ടിട്ട് അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം പഠിച്ച് മുന്നേറുന്ന ഒരു പ്രക്രിയയാണ് ഈ മെഷീൻ ലേണിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ പൊതുവെ ഉള്ളത്. അപ്പൊ അതിനാവശ്യമുള്ള ധാരാളമായിട്ടുള്ള ഡാറ്റ ഇല്ലായിരുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ ഇതെല്ലാം വന്നത് 21ാം നൂറ്റാണ്ടിലാണ് കാര്യമായിട്ട്. അപ്പൊ ആ സമയത്ത് AI ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതിലൊരു ഒരു വിപ്ലവകരമായ ചേഞ്ച്, ഒരു എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടായത് 2010 ശേഷമാണ്. ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയുടെ അളവ് ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഡാറ്റ കൂടി. പിന്നീട് ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. അതിനകത്ത് ഒരു അതായത് സ്വാഭാവിക ഭാഷ, മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ആണ് അതിനകത്ത് നടക്കുന്നത്. അപ്പൊ അത് 2017 ശേഷം വന്ന ചില കണ്ടെത്തലുകളും അവതരിപ്പിച്ച പ്രബന്ധങ്ങളും ഒക്കെ വെച്ചിട്ട് 2020-22 കാലത്താണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ വലിയ ഭാഷാ മോഡലുകൾ ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പൊ അതിന് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ വിവരങ്ങളും ടെക്സ്റ്റ് അല്ലെങ്കിൽ പദങ്ങൾ, വാക്കുകൾ, ടോക്കൺ എന്നൊക്കെ പറയും, അത് കൊടുത്ത് പരിശീലിപ്പിച്ച് ഉണ്ടാക്കിയ മോഡലുകൾ പിന്നീട് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ പ്രോബബിലിറ്റി ഉപയോഗിച്ച് മറുപടി പറയുന്ന ഒരു പ്രക്രിയയാണ് ഇതിനകത്ത് നടക്കുന്നത്. അത് ആദ്യകാലത്ത് വാക്കുകൾ ഉപയോഗിച്ച് മാത്രമേ പറ്റുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് അതോടൊപ്പം തന്നെ ശബ്ദവും വീഡിയോയും ചിത്രങ്ങളും ഒക്കെ കൊടുത്ത് സംവദിക്കാം എന്നുള്ളൊരു പ്രക്രിയ വന്നു. അതിനെയാണ് നമ്മൾ മൾട്ടി മോഡൽ എന്ന് വിളിക്കുക. ടെക്സ്റ്റിന് പകരം എല്ലാവിധ സങ്കേതങ്ങളും ഉപയോഗിച്ച് നമുക്ക് അവയുമായിട്ട് സംവദിക്കാം എന്നുള്ളതാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതിനൊപ്പം കാണേണ്ടത് ഇത് മാത്രമല്ല, AI-ക്ക് വേറെയും ഒത്തിരി രൂപങ്ങളുണ്ട്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് AI വളരെ നാളുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫിസിക്സിലും മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും ഒക്കെ ഇതിന്റെ പല പല ഉപയോഗങ്ങൾ ലോകത്തുണ്ട്.
എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷത്തെ ഫിസിക്സ്, കെമിസ്ട്രി നോബൽ സമ്മാനങ്ങൾ കിട്ടിയത്, ഫിസിക്സ് നോബൽ സമ്മാനങ്ങൾ കൊടുത്തത് ഇതിന്റെ ന്യൂറൽ നെറ്റ്വർക്കുകളിലൊക്കെ ഡെവലപ്പ് ചെയ്ത 2 പേർക്കാണെങ്കിൽ, കെമിസ്ട്രി നോബൽ സമ്മാനം കൊടുത്തത് AI ഉപയോഗിച്ച് പ്രോട്ടീനുകളുടെ സ്ട്രക്ചറുകൾ, അതായത് തന്മാത്രകളുടെ രൂപങ്ങളും അവയുടെ പ്രവചനങ്ങളും ഒക്കെ നടത്തിയ ആൾക്കാർക്കാണ്. എന്ന് മാത്രമല്ല, അവര് പാമ്പ് വിഷം പോലെയുള്ള പ്രോട്ടീനുകളൊക്കെ പുതുതായിട്ട് ഇല്ലാത്ത പ്രോട്ടീനുകളെ ഉണ്ടാക്കുന്ന പ്രക്രിയ വരെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഭാവിയിൽ ഇത് നമ്മോടൊപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. മറ്റൊന്ന്, നാനോ ടെക്നോളജിയും മെറ്റീരിയൽ സയൻസ് പോലെയുള്ള മേഖലകളിലൊക്കെ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. പദാർത്ഥങ്ങളെ മോഡൽ ചെയ്യാനും മരുന്നുകളെ പുതുതായിട്ട് ഉണ്ടാക്കാനും അങ്ങനത്തെ പല പല ഗവേഷണ മേഖലകളിലും മനുഷ്യനെ സഹായിക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നത് പോലെ പ്രോഗ്രാമിംഗ് അറിവില്ലാത്തവർക്കും സാധാരണ ഭാഷയിൽ ഇതുമായിട്ട് സംവേദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം, പറയാം. അതിനനുസരിച്ച് നമുക്ക് പ്രതികരണങ്ങൾ കിട്ടും. ഒരു പേഴ്സണൽ അറിവുള്ള ഒരു സഹായി എന്ന പോലെ നമുക്ക് AI ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് വന്നതുകൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റം. ഇന്ത്യക്ക് ഇതിന് എങ്ങനെ ഒരു DeepSeek വന്നത് ഒരു അവസരമാണെന്നൊരു ചോദ്യം അവിടെ കണ്ടു. നേരത്തെ നമ്മളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞതാണ്. എങ്കിലും വലിയ സാങ്കേതിക ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത, ഇതിലധികം മുന്നേറ്റം നടത്തിയിട്ടില്ലാത്ത ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് തീർച്ചയായും ഈ മോഡലുകൾ ഓപ്പൺ സോഴ്സ് ആയി കിട്ടിയത് കൊണ്ട് നമുക്കത് ഉപയോഗിച്ച് നമ്മുടെ പരിമിതമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ, അത് ഒരു മൊബൈൽ ഫോൺ മുതൽ പേഴ്സണൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, ഈ കമ്പ്യൂട്ടറുകളുടെ ലാനിൽ കളക്ട് ചെയ്തുള്ള നെറ്റ്വർക്ക്, ഇനി അതല്ല GPU മെഷീൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ പല സങ്കേതങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ചെറിയ മോഡൽസ് തൊട്ട് വലിയ മോഡൽസ് വരെ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു സൗകര്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും പഠിക്കാനും സ്വന്തമായി മോഡൽസ് ഉണ്ടാക്കാനും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇതിനെ വെച്ചിട്ടുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള നമ്മുടെ തന്നെ ലാംഗ്വേജ് മോഡൽസ് കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് ഈ DeepSeekഉം അലിബാബയും ഒക്കെ മുന്നോട്ട് വെച്ച മോഡൽ, അല്ലെങ്കിൽ ചൈനീസ് അധിനിവേശം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അപ്പോ ഇത് ഒരു പ്രശ്നമുള്ളത് ChatGPTയോടോ അല്ലെങ്കിൽ ക്ലോഡിനോടൊക്കെ ചോദിക്കുന്നത് പോലെയുള്ള പ്രതികരണം മനോഹരമായിട്ടൊന്നും കിട്ടില്ല. ടെക്സ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുക നമ്മൾ സ്വന്തമായി ഇൻസ്റ്റാൾ ചെയ്താൽ. എങ്കിലും നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ ലോക്കൽ മെഷീനുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കാം എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. അപ്പൊ അതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിനും നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ സ്വകാര്യ വ്യക്തികൾക്കും ഒക്കെ തീർച്ചയായിട്ടും ഈ മോഡല് അവർക്ക് സാധ്യമായ രൂപത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കാം എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. സിന്തറ്റിക് ഡേറ്റ അതായത് ഇപ്പൊ നമുക്ക് ഇനഫ് ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി സിന്തറ്റിക് ഡാറ്റ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ സ്മോട്ട് എന്നൊക്കെ പറഞ്ഞ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ സിന്തറ്റിക് ഡാറ്റ ട്രെയിൻ ചെയ്യും. പക്ഷെ അത് എല്ലാ യൂസ് കേസിലും നമ്മൾ അത് നല്ല രീതിയിലായിരിക്കില്ല എഫക്ട് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു റിസർച്ച് വർക്കിന് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഇൻട്രാഡേ ട്രെൻഡ് റിവേഴ്സൽ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, അങ്ങനെ ഒരു പ്രഡിക്ഷൻ, ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഇനഫ് ഡാറ്റ ഒന്നും കിട്ടാനില്ലാതിരുന്നപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്തിരുന്നു, സിന്തറ്റിക് ഡാറ്റ ആഡ് ചെയ്തിട്ട്. പക്ഷെ ആ പ്രഡിക്ഷനിൽ അത് വലിച്ചില്ല. പക്ഷെ അതുപോലെ അല്ലാത്ത ഒരുപാട് യൂസ് കേസുകളിൽ നമുക്ക് സിന്തറ്റിക് ഡാറ്റ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് സിസ്റ്റത്തെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു പ്രഡിക്ഷന് ഒരുപാട് അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 4 ക്ലാസ് ഉണ്ട്, 4 രീതിയിലായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. പക്ഷെ എല്ലാ ക്ലാസ്സിലും നമുക്ക് ഒരുപോലെ ഡാറ്റ ഇല്ല. അപ്പോ ഒരു സിസ്റ്റത്തെ ട്രെയിൻ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനുള്ള ഒരു ടെൻഡൻസി എന്താന്ന് വെച്ചാൽ എവിടെയാണോ ഡാറ്റ കൂടുതൽ അവിടേക്ക് സ്ക്യൂ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഒരേപോലെ ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴാണ് നമ്മൾ ഈ സിന്തറ്റിക് ഡാറ്റ കൂടുതലും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് പല സിറ്റുവേഷനിലും അത് നല്ല രീതിയിൽ നടക്കാറുണ്ട്, പല സിറ്റുവേഷനിൽ അത് നടക്കാറില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസ് കേസ് ആൻഡ് ദ വർക്ക് ദാറ്റ് യു ആർ ഡൂയിങ്. ഞാൻ പറഞ്ഞത് ഏകദേശം അത് തന്നെയാണ്. മെറ്റീരിയൽ സയൻസ്, നമ്മൾ സയൻസിൽ ധാരാളമായിട്ട് അങ്ങനെ മോഡൽ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ ന്യൂ മെറ്റീരിയൽസ് ഡിസ്കവറി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരു ലാർജ് കോർപ്പസ് ഡാറ്റ വേണം എന്നുള്ളിടത്ത് നിങ്ങൾക്ക് റിയൽ വേൾഡിനെ മോഡൽ ചെയ്യാൻ പറ്റുന്ന
പ്രൂവൺ മാത്തമാറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ ജനറേറ്റ് ചെയ്യാം. അത് കുറെ കൂടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കൂടുതൽ സിന്തറ്റിക് ഡാറ്റ, മോഡലിനെ കൺഫ്യൂസ് ചെയ്യിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിന്തറ്റിക് ഡാറ്റ കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നത്. യാ, താങ്ക് യു. നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചതിന് ഒരു ഉത്തരം സുനിൽ ഇട്ടിട്ടുണ്ട്. അതായത് റേ കുർസോയിലിന്റെ പുതിയ പുസ്തകം ഉണ്ടല്ലോ, സിംഗുലാരിറ്റി ഈസ് നിയറർ എന്നുള്ള, അതിനകത്ത് വളരെ വളരെ വൈഡായിട്ടുള്ള പ്രഡിക്ഷൻസ് ഉണ്ട്. പക്ഷെ അദ്ദേഹം നേരത്തെ നടത്തിയ പ്രഡിക്ഷൻസ് പലതും ശരിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഹെൽത്ത് സെക്ടറിൽ നമ്മൾ ഒരു 2020 ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വരികയാണെന്ന്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ മെഡിക്കൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ നോളജൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടിയതാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ബയോടെക്നോളജി, പ്രത്യേകിച്ച് അതിനകത്ത് ഉപയോഗിക്കുന്ന എയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേജും 2030s ശേഷം നമുക്ക് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രോഗങ്ങൾ മുതലായ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാനും വലിയ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ബ്രെയിനിനകത്തുള്ള ന്യൂറോൺസും ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഇൻ്റലിജൻസിനെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് വല്ലതും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അത് കാരണം വളരെ വളരെ വൈൽഡായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെ സംഭവിക്കില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാനത് PKV പുസ്തകം ഞാനതിനെ വായിച്ചിട്ടില്ല. ഞാൻ ആ പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കിപ്പോ തോന്നുന്ന ഞാൻ പറയാനുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ, ഒന്ന്, ഈ AGI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്തങ്ങ് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, അതൊരു ഡോമിനന്റ് പെർസ്പെക്റ്റീവായിട്ട് ഇന്ന് വരുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം വിചിത്രമാണെന്ന് എന്ന് വെച്ചാൽ, ഇപ്പം ഒരു AI-യുടെ ഒരു ക്രിട്ടിക് ആയിട്ടുള്ള പണ്ട് 1990-കളിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ട്, ഹ്യൂബർട്ട് ഡ്രൈഫ്യൂസ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ വാട്ട് AI കനോട്ട് ഡു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം 1970-കളിൽ എഴുതിയും പിന്നെ 92-ല് വാട്ട് AI സ്റ്റിൽ കനോട്ട് ഡു എന്ന് പറയാം, വാട്ട് കമ്പ്യൂട്ടർ സ്റ്റിൽ കനോട്ട് ഡു എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം AI കുറിച്ച് പറയുന്ന ഒരു സംഗതി, ഇപ്പം AI ഉപയോഗിച്ച് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഓട്ടോമേറ്റ് ചെയ്തു. ഇനിയിപ്പോ ഇറ്റ് ഈസ് ഓൾ എ മാറ്റർ ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് AI എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിനെ ഉപമിക്കുന്നത്, ഒരാളൊരു തെങ്ങിന്റെ മണ്ടയ്ക്ക് വരെ കയറി. ഇനിയിപ്പോ ഇങ്ങനെ ഈ തെങ്ങേറ്റം പഠിച്ചല്ലോ, ഇനിയിപ്പോ ഈ കയറി ഞാൻ ചന്ദ്രനിലേക്ക് എത്തിക്കോളാം എന്നാണ് അയാൾ പറയുന്നത്. അതുപോലെയാണ് ഇത് പറയുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചന്ദ്രനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, ഗുണപരമായി വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിവാണ് ആവശ്യം. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ അപ്പൊ നമ്മൾ വീണ്ടും എന്ന് വെച്ചാൽ ഒരു AI വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് മറ്റൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കോഡ് എഴുതുന്നു. ഈ കോഡ് ഒക്കെ എഴുതി അത് സങ്കീർണമായി പിന്നീട് എപ്പോഴെങ്കിലും അതിന് കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം വിചിത്രമാണെന്ന് വെച്ചാൽ, ഒരു പല കോൺഫറൻസുകളും ഇതിനെ ഈ ഒരു ഐഡിയോളജിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഈ കോഡ് 200 ലൈൻ്റെ കോഡും 300 ലൈൻ്റെ കോഡും ഒക്കെ എഴുതുന്നത് പലപ്പോഴും. എന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ സങ്കീർണമായിട്ട് പിന്നെ പെട്ടെന്ന് അതിന് ബോധം ഉദിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്ന്. പിന്നെ മറ്റൊരു കാര്യം, ഇതിന്റെ ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട 1-2 പേര് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിലേക്കൊന്ന് പെട്ടെന്ന് പോവാണെങ്കിൽ, ഈ ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് 2-3 പരാമർശങ്ങളുണ്ട്. ഇപ്പൊ ടെക്നോ ഫ്യൂഡലിസം അത് പരിചയമില്ലാത്തവർക്കൊന്ന് പെട്ടെന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ, അത് കൂടുതൽ ശ്രദ്ധയാർജിച്ചത് ഈ യാനിസ് വെറോഫാക്കിസിന്റെ ഒരു പുസ്തകമാണ് കഴിഞ്ഞ കൊല്ലത്തെ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തെ വളഞ്ഞു കെട്ടി ഒരു ജന്മിയായിട്ട് ഫേസ്ബുക്ക് മാറുന്നു. നമ്മുടെ മറ്റ് ഓരോ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ഈ ഓരോ ജന്മിത്വത്തിനോടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ജന്മിത്വം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന് മുമ്പുള്ള ഒരു ഉൽപാദന രീതിയാണ്. അദ്ദേഹം അതുമായിട്ടാണ് ഉപമിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ പല രീതിയിലുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം വിമർശനങ്ങൾ കാര്യമുണ്ട്. പക്ഷെ അതേസമയം അദ്ദേഹം പറയുന്നത്, ഇവർ ഈ ആമസോൺ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ന് വെച്ചാൽ, ആമസോണിലേക്ക് കയറി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു ഫ്രീ മാർക്കറ്റ് ആണെന്നാണോ തോന്നുക എന്ന് ചോദിക്കും. ഫ്രീ മാർക്കറ്റ്, അപ്പൊ പലരും അതെ ഫ്രീ മാർക്കറ്റ് ആണ് എന്ന് പറയും. പക്ഷെ അതേസമയം ഇതിന്റെ നിയമങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ഒരൊറ്റ ഒരാളാണ്. അയാളുടെ പേര് ജെഫ് ബിസോസ് എന്നാണെന്നാണ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു ജന്മി നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് AI ഒക്കെ പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കുറെ ഫ്രീ സർവീസസ് വരും, ആ ഫ്രീ സർവീസസിലോട്ട് നമ്മൾ ആകർഷിച്ചങ്ങ് പോകും. പക്ഷെ അതേസമയം ആ ഫ്രീ സർവീസസിന്റെയും മറ്റൊക്കെ ഘടന തീരുമാനിക്കുന്നത് ഇത്തരം അപ്പൊ AI മുഖേന എന്താ ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു പുതിയ ഘട്ടത്തിൽ നിന്ന് ഒരു മോചനം സാധ്യമാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ പറയാൻ സാധിച്ചെന്ന് വരില്ല. എന്ന് വെച്ചാൽ നമ്മള് എന്താ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് എസ്പെഷ്യലി ദ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ബേസിക്കലി എന്ന് വെച്ചാൽ നമുക്ക് ഇന്നുള്ള അധികാര സമവാക്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുന്ന മൂവ്മെന്റ്സിനെ ഒന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ഇന്നത്തെ ഭൗതിക സാഹചര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനേ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു കാലത്ത് വിപ്ലവത്തിന് ഏറ്റവും അനുകൂല്യമായിട്ടുള്ള ഒരു സാഹചര്യം വരും, അന്നേരം നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അന്നേരം അതുവരെ നമ്മൾ ഉണ്ടാവത്തുമില്ല. അപ്പൊ പിന്നെ മറ്റൊരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് തോന്നുന്നു അതില് പറയുന്ന ഒരു സംഗതി ഞാൻ ജസ്റ്റ് ഞാൻ എന്തോ ഒരെണ്ണം കൂടെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് അതിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ഇതുണ്ടല്ലോ ജാവൻസ് പാരഡോക്സ്, അത് ഓൾറെഡി ആൻസേർഡ് ആണ്. ഞാൻ ചോദിച്ച ചോദ്യം അത് ഇവരിപ്പോ ഒരു ക്രിറ്റിസിസ് ആയിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം അതാണ്. പ്രധാനമായിട്ടും ഈ ഡീപ് സീക്കിനെതിരായിട്ട് അതിന്റെ ലാർജ് സ്കെയിൽ യൂസേജ്, അതിന്റെ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനത്തെ നള്ളിഫൈ ചെയ്യുന്ന, അത് അർത്ഥമില്ലാത്ത ഒരു വാദമാണ്. അങ്ങനെ ഒരു ക്രിറ്റിസിസം വരുന്നുണ്ട്. അത് സ്ഥാപിത താല്പര്യങ്ങളുടെ ക്രിറ്റിസം ആവാനേ സാധ്യതയുള്ളൂ, ഇതിന് എതിരായിട്ടുള്ള ഒരു ക്രിറ്റിസം. തീർച്ചയായും. അപ്പം ഈ ഓൺസ് പാരഡോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് നമ്മള് ഒരുപാട് കൺസംഷനിലേക്ക് നയിക്കും എന്നുള്ളതാണല്ലോ. ഈ എനർജി യൂസേജ് കുറയുന്നു എന്നുള്ളത് അത് വലിയ എനർജി യൂസേജിലേക്ക് നയിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് പലപ്പോഴും ആ എനർജി യൂസേജിലേക്ക് നയിക്കുന്ന നമ്മളെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയുടെ കണ്ണിലൂടെ മാത്രം കാണുമ്പോഴാണ്. ഒരു എനർജി യൂസേജിന്റെ ആവശ്യം കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മനുഷ്യന്റെ ഭൗതികവും ആയിട്ടുള്ള ആവശ്യങ്ങളും മറ്റുമൊക്കെ കാര്യങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണെന്നുണ്ടെങ്കിൽ ആ സാങ്കേതിക വിദ്യ കുറവ് ഊർജ്ജമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ആ അർത്ഥത്തിൽ എന്ന് വെച്ചാൽ. പക്ഷെ ഇത് ആവശ്യത്തിനനുസരിച്ച് ഉള്ള മനുഷ്യന്റെ ആവശ്യങ്ങളോ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കോ അനുസരിച്ചുള്ള ഒരു നിർവ്വഹണ പ്രക്രിയയുടെ അകത്ത് നിന്നുകൊണ്ടല്ല ഇത് വരുന്നത് എന്നുള്ളതാണ് അവിടെ പ്രശ്നം. അനാവശ്യമായ സംഗതികൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അകത്ത് ഇത് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ജവോൺസ് പാരഡോക്സ് പോലുള്ള സംഗതികളൊക്കെ വരാനുള്ള ഒരു കാരണം. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കുറവ് ഊർജ്ജം മതി എന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ. പക്ഷെ അത് അങ്ങനെ വരാതെ പോകുന്നത് അതിന്റെ ഒരു കറപ്ഷനിലൂടെയാണ്. ആ കറപ്ഷൻ വരുന്ന ഈ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗവും കൂടെയാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വായിക്കാതെ ഇരിക്കാം, പക്ഷെ അങ്ങനെ വേണമെങ്കിൽ വായിക്കാം. ദീപകിന് വേണ്ടിയിട്ട് ഒരു ചോദ്യം അവസാനം ചോദിച്ചിട്ടുണ്ട്. AI മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പരിപോഷിപ്പിക്കുമോ അതോ അതിനെ നാശത്തിലേക്ക് നയിക്കുമോ എന്നൊരു ചോദ്യമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതേ ചോദ്യം തന്നെ അതിന്റെ സ്ക്രോൾ ചെയ്യുമ്പോൾ മുകളിലും ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ടെക്നോ ഫ്യൂഡലിസമായിട്ട് ചേർത്ത് വെച്ച് ഉത്തരം പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ബേസിക്കലി ഇന്നത്തെ ഈ AI എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പം അതിൽ കുറെ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയൊക്കെ മനുഷ്യരാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ മനുഷ്യർ നിർമ്മിച്ച ഡേറ്റ അതിനെ ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഗണിത മാതൃകകൾ നിർമ്മിക്കുന്നു. ആ ഗണിത മാതൃകകളുടെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഡേറ്റ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ചിന്താ പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു 5 വർഷം മുമ്പുള്ള ഡേറ്റ മാത്രമേ ലഭ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു LLM അല്ലെങ്കിൽ ഒരു നിർമ്മിത ബുദ്ധിക്ക് ഇന്ന് എത്രത്തോളം പ്രസക്തി ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇന്നത്തെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു 5 വർഷം മുമ്പുള്ള കാര്യം മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പം 5 വർഷം മുമ്പുള്ള ഒരു നിർമ്മിത ബുദ്ധിക്ക് അതിൻ്റെ ആ മൂല്യം അത്രത്തോളം കുറവാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് മനുഷ്യർ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ അതിന് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അതിനെ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനം തന്നെ ഒരു ലിവിങ് ലേബറിന്റെ പ്രവർത്തനമായിട്ട് വേണമെങ്കിൽ കാണാം.
അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് മനുഷ്യർ നിരന്തരം ഡേറ്റ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഡേറ്റയൊക്കെ ഇവരത് ഈ മോഡലുകളിലൂടെ ഈ എ ഐയിലോട്ട് ഉൾച്ചേർത്ത് കൊണ്ടേയിരിക്കണം. ആ ഒരു പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇത് ഇൻ എഫക്ട് ലിവിങ് ലേബറിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണെന്ന് കാണാം. പക്ഷെ അതേസമയം സാമ്പ്രദായിക മുതലാളിത്ത നിരീക്ഷണത്തിലൊക്കെ ഒക്കെ ലിവിങ് ലേബറിലല്ല, കൂടുതൽ ഡെഡ് ലേബർ എന്ന് പറയും, മെഷീനറിയാണ്. മെഷീനറി എന്ന് പറഞ്ഞ സംഗതി, മെഷീനറി തീരുമ്പോൾ മെഷീനറി പുതിയ നിർമ്മിക്കണം എന്നേ ഉള്ളൂ. മെഷീനറി ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു മനുഷ്യൻ ഒരു 10 മനുഷ്യർ ചെയ്യേണ്ട പണി ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷെ അതേസമയം ഇതില് ഡേറ്റയുടെ പങ്ക് വല്ലാണ്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ഒരു 15-20 വർഷം മുമ്പ് ഒരു എഐയുടെ പേപ്പർ എടുത്താൽ അതിൽ കുറെ മാത്തമാറ്റിക്സും കുറെ തിയറംസും കുറെ പ്രൂഫ്സും എല്ലാം ഉണ്ടാവും. ഇന്നിപ്പോ ഇതൊന്നുമില്ല. ഒരു ആർക്കിടെക്ചറും കുറെ ഡേറ്റയും. ഈ മാത്തമാറ്റിക്സിന്റെ റോള് കുറയുകയും ഡേറ്റയുടെ റോള് കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. അപ്പൊ കൂടുതൽ മനുഷ്യർ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയിലോട്ടുള്ള ഡിപ്പെൻഡൻസിയാണ് ഈ നിർമ്മിത ബുദ്ധിയുടെ ഈ ഗതി പോകുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു റിവേഴ്സ് ഗിയർ ആണെന്ന് പറയുന്നത്. സാമ്പ്രദായിക മുതലാളിത്തം ഹ്യൂമൻ ലേബറിൽ നിന്ന് ലിവിങ് ലേബറിൽ നിന്ന് മെഷീനറിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ലിവിങ് ലേബറിലേക്ക് തിരിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെ പല വൈരുദ്ധ്യങ്ങളുണ്ട്. നമുക്ക് ഒരേ രീതിയിൽ തന്നെ എല്ലാത്തിനും കാണണമെന്നില്ല. വേറെ ചില അംശങ്ങൾ നോക്കുമ്പോഴത്തേക്കും നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. പക്ഷെ ഇത് മുതലാളിത്തത്തിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ പ്രതീക്ഷിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉറപ്പിച്ചു പറയാൻ സാധ്യതയുള്ള കാര്യമല്ല. ഞാൻ അതിന്റെ ചില അംശങ്ങളൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. AI ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിനും ജിജു മാഷോ ഉമയോ ദീപകോ ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് പങ്കുവച്ചാൽ മതിയാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കും എന്ന് പറയാറൊന്നുമായിട്ടില്ല. കാരണം ഇപ്പോഴും കൃത്യമായി ഇന്റലിജൻസ് എന്താണെന്ന് മനസ്സിലാക്കാനോ അത് മെഷീന് പറഞ്ഞു കൊടുക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല. കോംപ്ലിമെന്റ് ചെയ്യും എന്ന് വേണേൽ പറയാൻ പറ്റരുത്. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് പല സാധ്യതകളും പരീക്ഷിക്കാനും അന്വേഷിക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഇത് തുറന്നു വരുന്നതിനപ്പുറത്ത് ഇപ്പൊ നമുക്ക് പരിചിതമായ ജനറേറ്റീവ് AI ശരിക്കും ചെയ്യുന്നത് നിലവിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കൂട്ടിച്ചേർക്കുന്നു എന്നല്ലാതെ മനുഷ്യന്റെ ഒരു സർഗശേഷി വെച്ചിട്ട് നടത്തുന്ന പോലത്തെ പുതിയ കണ്ടെത്തലുകളോ ഭാവി പ്രവചനങ്ങളോ ഒന്നും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിനോട് ഭാവിയിൽ എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചാൽ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് തരിക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സർഗശേഷിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ഒരു കാര്യം പെട്ടെന്ന് നേടിയാണെങ്കിൽ അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഈ സാങ്കേതിക വിദ്യ നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും ഇതിന്റെ ഗവേഷണവും മുന്നേറ്റവും ഈ മനുഷ്യന്റെ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കി അതിനെ സാങ്കേതിക വിദ്യയിൽ ഉൾച്ചേർക്കുക എന്നുള്ള പ്രവർത്തനമേ അല്ല നടക്കുന്നത്. മനുഷ്യരുണ്ടാക്കുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് പാറ്റേൺസ് നിർമ്മിക്കുക. ഉപരിപ്ലവമായിട്ടുള്ള മറ്റ് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പൊ ന്യൂറോണിന്റെ ഘടനയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലും മറ്റൊക്കെയുള്ള മാത്തമാറ്റിക്കൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം 10 വർഷം മുമ്പ് മനുഷ്യന്റെ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു ഉള്ളതിനെ കുറിച്ചുള്ള വിജ്ഞാനം കൂടുതൽ AI പകർന്നിട്ടുണ്ട് എന്നൊന്നും കരുതാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ മനുഷ്യന്റെ മസ്തിഷ്കത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പലതാണ് ഈ കോൺഷ്യസ്നെസ്സും ക്രിയേറ്റിവിറ്റിയൊക്കെ. അതൊക്കെ അങ്ങനെ ഇതിലോട്ട് വരുമെന്ന് കരുതുക വയ്യ. ഓക്കെ, താങ്ക് യു ദീപക്. എനിക്ക് തോന്നുന്നു ദീപക് അവസാനം പറഞ്ഞു നിർത്തിയ ആ ഒരു വാചകം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആ ഒരു ബ്രോഡർ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡൊമൈൻ, അതൊരൊറ്റ സാങ്കേതിക വിദ്യയല്ല. ജനറേറ്റീവ് AI എന്ന് പറയുന്നത് AI മേഖലയിലെ ഒരു ചെറിയ സ്ട്രീം മാത്രമാണ്. അപ്പൊ AI എന്ന് പറയുന്നത് മനുഷ്യനോട് സമീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ പലപ്പോഴും സംഭവിച്ച് കാണാറുണ്ട്. അത്തരത്തിലുള്ളൊരു സമീകരണമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ AI കീഴ്പ്പെടുത്തുമോ, അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തകളെയും മനുഷ്യന്റെ ശേഷികളെയും ഒക്കെ ആ ഒരു തലത്തിൽ AI ഓടിപ്പിടിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും, തിരിച്ച് AI മനുഷ്യന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പരിമിതമായ രീതിയിൽ കാണുന്ന ചോദ്യങ്ങൾക്കും വലിയ പ്രസക്തി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു കാര്യം, ജിജു മാഷ് അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ എപ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഒരു മേഖല ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ AI എങ്ങനെ ജീവിതത്തിന്റെ വിവിധ ഘടകങ്ങളിലേക്ക് ഉൾച്ചേർക്കണം,
അതിൽ നമ്മുടെ സ്വാഭാവികമായ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗങ്ങളായി വരുന്ന യൂസ് കേസസിനെ അതിനകത്തേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കണം, അതിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ പുതുതായി രൂപീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ശ്രമിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെഷന്റെ ഒടുവിൽ എല്ലാ പ്രസന്റേഴ്സും പറഞ്ഞു നിർത്തുന്നത്. ഇതിന്റെ സാങ്കേതികമായ ഒരുപാട് തലങ്ങളുണ്ട്. മറ്റാരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വളരെ വിശദമായ ഒരു കുറിപ്പ് 4 അവതരണം നടത്തിയ 4 വിദഗ്ധരുടെയും സഹായത്തോടു കൂടി സൃഷ്ടിക്കാൻ ലൂക്ക ശ്രമിക്കുന്നതായിരിക്കും. അത്തരത്തിലൊരു കുറിപ്പ് ലൂക്കയിൽ അധികം വൈകാതെ തന്നെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ അവതാരകർക്കും ലൂക്കയുടെ പേരിലും ഇവിടെ പങ്കുചേർന്ന എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. ഇനിയും മറ്റൊരു ലൂക്ക ടോക്കുമായി നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്.